السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനരായ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉംറയുടെ രൂപമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നാം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഉംറയുടെ പ്രധാനപ്പെട്ട ചില ആമുഖങ്ങൾ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അതിന്റെ പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് മുറാജഅ ചെയ്യാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം നാം ദർസുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇൽമ് നിൽക്കണമെന്നില്ല. മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ മുറാജഅ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കൈമാറുക, അങ്ങനെയാണ് ഇൽമ് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിൽ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നാശത്തിലാണ് എന്ന് പറഞ്ഞ ശേഷം, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും, നമ്മളൊക്കെ നശിച്ചവരാണ് എന്ന് അല്ലാഹു പറയാം. ശേഷം അല്ലാഹു നശിക്കാത്തവരാരാണ് ഈ വിഭാഗത്തിൽ? അല്ലാഹു പറയുന്നു ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ. ഈ രണ്ട് കാര്യങ്ങൾ അമൽ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് ഇൽമു വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇൽമു ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, അമൽ ഉണ്ടാകണം. ശേഷം അല്ലാഹു പറഞ്ഞത് എന്താണ്? വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ പരസ്പരം ഹഖ് പറഞ്ഞു കൊടുക്കുന്നവരാകണം. വതവാസൗ ബിസ് സബ്ർ, നിങ്ങൾ പരസ്പരം നന്മ പറഞ്ഞു കൊടുക്കുന്നവരുമാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ നാം പഠിക്കുന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും നമുക്ക് വേണ്ടപ്പെട്ടവരായി കൈമാറുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അവരോടുള്ള ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഇൽമ് നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവുമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം. കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ അതിന്റെ ബഹുമാനത്തോടു കൂടി കാണാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയാനുള്ള കാരണം, നമുക്ക് പലപ്പോഴും ധാരാളം ദർസുകളിൽ ഇരുന്നിട്ടും നമ്മുടെ ഇൽമിൽ വർധനമില്ലാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ആ ഇൽമിനെ നമ്മൾ ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ഇൽമിനെ ബഹുമാനിക്കണം. ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ മുസ്നദിൽ അല്ലെങ്കിൽ സുനനിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ഇൽമിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു. ഒരു അധ്യായം തന്നെ ഇൽമിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ സലഫുകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായിരുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട സഹൽ ബിൻ അബ്ദുല്ലാഹി തസ്തുരിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇൽമു എന്ന് പറയുന്നത് പ്രകാശമാണ്. നിന്റെ മനസ്സ് അത് സ്വീകരിക്കാൻ നീ പാകപ്പെടുത്തിയാൽ മാത്രമേ നിന്റെ മനസ്സിൽ അത് നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്ന് വിട്ടുപോകുന്നതാണ് എന്ന് സഹൽ ബിൻ അബ്ദുല്ലാഹി തസ്തുരി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഇൽമു നിർബന്ധമായും നിങ്ങൾ മുറാജഅ ചെയ്യണം. അതാണ് ശർഈയായി നമുക്ക് ഉപകരിക്കുന്ന ഇൽമു. അതുകൊണ്ടാണ് ഇൽമിനേക്കാളും മുകളിൽ മറ്റൊന്നുമില്ല. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്വമുള്ള കാര്യം എന്താണ്? ഇൽമു പഠിക്കലാണ് ഏറ്റവും മഹത്വമുള്ളത്. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും, ഇബ്നു റജബ് അൽ-ഹംബലി ഒക്കെ പറഞ്ഞതുപോലെ, സുന്നത്ത് നോമ്പിനേക്കാളും സുന്നത്ത് നിസ്കാരത്തെക്കാളും അല്ലാഹുവിൽ ഇഷ്ടമുള്ളത് ഇൽമു പഠിക്കലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. പഠിച്ചത് നിർബന്ധമായും, ഞാൻ ആവർത്തിച്ച് പറയാണ്, നിർബന്ധമായും നിങ്ങൾ മുറാജഅ ചെയ്തേ പറ്റും. അതല്ലെങ്കിൽ ഇൽമു നിൽക്കുകയില്ല ഒരു കാരണവശാൽ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര മഹത്വമുള്ള സഹാബിയാണ്, പ്രവാചകന്റെ കുടുംബമാണ്. അദ്ദേഹം ചില സാഹചര്യങ്ങളിൽ ഒരു ഹദീസ് കേൾക്കാൻ മറ്റു സഹാബികളുടെ വീട്ടിലേക്ക്, ദൂരെ താമസിക്കുന്ന വീട്ടിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, എന്റെ ഓർമ്മയിൽ അബ്ദുല്ലാഹി ബിൻ ഉനൈസിന്റെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു, റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തി ആ വീട്ടിൽ ജോലി ചെയ്യുന്ന അബ്ദുല്ലാഹി ബിൻ ഉനൈസിനെ സഹായിക്കുന്ന സഹായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ഇല്ലേ? അദ്ദേഹം പറഞ്ഞു, ഉറങ്ങുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പുറത്ത് കാത്തിരുന്നു. നിങ്ങൾക്കറിയാം, മദീന, അവരൊക്കെ താമസിച്ചത് മദീനയിലാണ്, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ മദീനയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തിരുന്നു. ശക്തമായ ചൂട് കാറ്റും പൊടിക്കാറ്റും ഒക്കെ അടിക്കുന്നു. അവർക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരവിടെ തന്നെ ഇരുന്നു. കാരണം അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എഴുന്നേറ്റിട്ട് വേണം ഒരു മസ്അല ചോദിക്കാൻ. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ആണെന്ന് പറഞ്ഞു. നേരെ അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ? ഇബ്നു അബ്ബാസും പ്രവാചകനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ. താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ? താങ്കളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഉലമാക്കളെ ബഹുമാനിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പൊ അതിൽ നമുക്കുള്ള പാഠം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അള്ളാഹുവെ ദീനിൽ അദ്ദേഹത്തിന് നീ അവഗാഹം നൽകണം. ആ ഇബ്നു അബ്ബാസ് മറ്റുള്ളവരുടെ വാതിൽക്കൽ പോയി നിൽക്കുന്നത് ഈ ഇൽമ പഠിക്കാനാണ്, ചോദിച്ചു പഠിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിനെ അതിന്റെ ബഹുമാനത്തിൽ നിങ്ങൾ എടുത്താൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. ഒരു സംശയം വേണ്ട അതിൽ നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഞാൻ ആരെയും വ്യക്തിപരമായിട്ടല്ല, മനസ്സിലാകണമെങ്കിൽ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കാം. ഞാൻ എത്ര വർഷമായി ദർസുകൾ കേൾക്കുന്നു, പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു മസല വന്നാൽ ചോദിക്കേണ്ട അവസ്ഥയാണ്. നിസ്കാരമാണെങ്കിൽ പോലും നമ്മൾ നിസ്കാരം പഠിച്ചിരിക്കും, നോമ്പ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു നോമ്പിന്റെ മസല വന്നാൽ ഒരാളോട് ചോദിക്കേണ്ടി വരും. നമുക്കത് ഓർമ്മയില്ല. കാരണം ഒന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ. ഇതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇൽമ എഴുതുക. രണ്ടാമത്തേത് മുറാജഅ ചെയ്യുക. പണ്ഡിതന്മാർ പൊതുവെ പറയാറുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 40 തവണയെങ്കിലും മുറാജഅ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് പഠിച്ച കാര്യങ്ങൾ 40 തവണയെങ്കിലും ചുരുങ്ങിയത് വായിച്ചു നോക്കണം. എന്നാൽ കുറച്ചെങ്കിലും ഓർമ്മയിൽ നിൽക്കും. നമുക്കിന്ന് 40 പോയിട്ട് 4 തവണ വായിക്കുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ആദാബുകൾ ഒന്നാമത്തെ ദർസിൽ നാം പറഞ്ഞിരുന്നു. അത് സാധിക്കുന്നവർ കേൾക്കുക, കേൾക്കാത്ത ആളുകളാണെങ്കിൽ അത് കേൾക്കുക. തയ്യിബ്. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ഒന്നാമത്തെ വിഷയം, ദീനിൽ ഖുർആനിനും സുന്നത്തിനും ശേഷം നമുക്ക് പ്രമാണമായ ഒരു കാര്യമാണ് എന്ത്? സഹാബത്തിന്റെ വാക്കുകൾ. അതിന് നമ്മൾ തെളിവ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? സൂറത്തുൻ നിസായിലെ എന്താ ആയത്ത്? അഹ്സൻത്, ബറക്കല്ലാഹു ഫീക്. ആയത്തുകളെ ഹിഫ്ള് ചെയ്യുക നിർബന്ധമായിട്ടും. ഈ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞല്ലോ, 2 ആയത്ത് ഞാനെന്ന് പറഞ്ഞുള്ളൂ. ധാരാളം തെളിവുകളുണ്ട്, പക്ഷെ 2 ഞാൻ പറഞ്ഞുള്ളൂ. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഞാൻ ഇൻഷാ അല്ലാഹ് 2-3 ദർസ് ഇങ്ങനെ പരക്കെ ചോദിക്കും. അതിനുശേഷം ഓരോ ആളോട് ഞാൻ ചോദിക്കാം. അതാകുമ്പോൾ ഉത്തരം പറയുമല്ലോ, അല്ലെങ്കിൽ ചില ആളുകൾ മാത്രമേ സംസാരിക്കും. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അതാണ് ഒരു തെളിവ്. മറ്റൊരു തെളിവ് എന്താണ്? സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി. അവർ വിശ്വസിച്ചതുപോലെ സഹാബികൾ വിശ്വസിച്ചതുപോലെ ശേഷമുള്ള ആളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകും എന്ന് പറയുന്ന ആയത്ത്. ഈ 2 ആയത്തുകളും സഹാബത്തിന്റെ ഫഹ്മ് നമുക്ക് തെളിവാണ് എന്നതിന് നമുക്ക് പ്രമാണമാണ്. തയ്യിബ്. അതിനുശേഷം നാം പറഞ്ഞൊരു മസലയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ എത്ര തവണ ഉംറ ചെയ്തിട്ടുണ്ട്? എത്ര തവണയാണ്? അഹ്സൻത്, ബറക്കല്ലാഹു ഫീക്കും. 4 തവണ. ഏതൊക്കെയാണ്? ഹുദൈബിയ, ഖളാ, ഹജ്ജിന്റെ കൂടെ. അഹ്സൻത്, ബറക്കല്ലാഹു ഫീക്കും. ഉംറത്തു സുൽഹുൽ ഹുദൈബിയയിൽ അത് ഉംറയോട് തടയപ്പെട്ടു. പിന്നെ അതിന് ശേഷമുള്ള വർഷം ഉംറത്തുൽ ഖളാ, പിന്നീട് ഹജ്ജിന്റെ കൂടെയുള്ള ഉംറ, പിന്നെ ഉംറത്തുൽ ജിഅറാന. ഇങ്ങനെ 4 ഉംറകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അത് പറയുന്നതായി ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജിഅറാന എന്നാണ് ശരിക്കും അതിന്റെ പേര്. പക്ഷെ ഇന്ന് നിങ്ങൾ മാപ്പിൽ നോക്കിയാലും മക്കക്കാരൊക്കെ ആ സ്ഥലത്തിന് പറയുന്നത് ജുഅറാന എന്ന പേരിലാണ്. പക്ഷെ ഹദീസിനെ ലബ്ദ് ചെയ്യുന്ന ഉലമാക്കൾ പൊതുവെ ആ സ്ഥലത്തിന് പേര് പറഞ്ഞിട്ടുള്ളത് ജിഅറാന എന്നാണ്. ഇങ്ങനെ 4 ഉംറകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നാം പെട്ടെന്ന് പറഞ്ഞു പോയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ചില കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിക്കാം. എന്താണ് ഉംറയുടെ വിധി? വാജിബാണ്. ഉംറയുടെ വിധി വാജിബാണ്. നമ്മൾ ലളിതമായി പറഞ്ഞതാണ്. ഇപ്പൊ ചില സഹോദരങ്ങൾ എനിക്ക് സംശയം അയച്ചിരുന്നു, ഉംറ സുന്നത്താണെന്നല്ലേ പൊതുവെ കേൾക്കാറുള്ളത്. അത് ഞാൻ ചെറിയ രീതിയിലൊന്ന് അതുകൊണ്ട് വിശദീകരിക്കാം. ഉംറ സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉംറ സുന്നത്താണോ വാജിബാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അല്ലെങ്കിൽ 2 അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം, ഉംറ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നത് വാജിബാണ്. ഒരു തവണയെങ്കിലും ഒരു വിശ്വാസി ഉംറ നിർവഹിക്കുക എന്നത് വാജിബാണ്. അതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായം. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ 2ാമത്തെ പുതിയ അഭിപ്രായം. അതുപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു റാഹോയ, സുഫിയാൻ അസ്സൗരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉംറ വാജിബാണ് എന്നുള്ളതാണ്. ഇനി സഹാബത്തിലേക്ക് നാം നോക്കിയാൽ സഹാബത്തിന്റെ അഭിപ്രായം എന്താണ്?
ഹദീസുകളിൽ നേർക്ക് നേർ ഉംറ വാജിബാണ് എന്ന് പറഞ്ഞ് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥിരപ്പെട്ടുവെങ്കിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരില്ലായിരുന്നു. സഹാബികൾക്കിടയിൽ നിങ്ങൾ നോക്കിയാൽ ഭൂരിപക്ഷം സഹാബികളുടെ അഭിപ്രായം ഉംറ വാജിബാണ് എന്നുള്ളതാണ്. ഭൂരിപക്ഷം സഹാബത്തിന്റെ അഭിപ്രായം ഉംറ വാജിബാണ്. 2-3 സഹാബികളുടെ പേര് ഞാൻ പറയാം, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, മൂന്നാമത്തേത് സെയ്ദ് ഇബ്നു സാബിത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബികളുടെ അഭിപ്രായം അനുസരിച്ച് ഉംറ നിർബന്ധമാണ്. അതാണ് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെയും അഭിപ്രായം. എത്രത്തോളം എന്നാൽ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള പറഞ്ഞു, കാനൂ ലാ യഖ്തലിഫൂന ഫീ അന്ന അൽ-ഉംറ ഫരീള. മുൻഗാമികൾക്ക് ഉംറ നിർബന്ധമാണ് എന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല. ഇബ്നു സീരീൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? സഹാബത്തിനെ കുറിച്ചാണ്. അവർക്കിടയിൽ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള പറയുന്നു. അപ്പോൾ ഏത് സഹാബികളെ നമ്മൾ പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, സെയ്ദ് ഇബ്നു സാബിത്ത്, അതുപോലെ തന്നെ ജാബിർ ഇബ്നു അബ്ദുല്ല, വേറെയും ആളുകളുണ്ട്. ഈ പേരുകൾ ചുരുങ്ങിയത് പഠിക്കുക. ഈ സഹാബത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഉംറ വാജിബാണ്. ഇനി സമകാലികരായ ഉലമാക്കളെ നാം നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഇബ്നു ഉസൈമീന്റെയും അല്ലാമ മുഹമ്മദ് അൽ അമീൻ അഷ്ശൻഖീതിയുടെയും ഒക്കെ അഭിപ്രായം ഉംറ വാജിബാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ അഭിപ്രായം മനസ്സിലായില്ലേ? ഉംറ നിർബന്ധമാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഈ സഹാബികൾ എന്തുകൊണ്ടാണ് ഉംറ നിർബന്ധമാണെന്ന് പറഞ്ഞത്? അവർക്ക് പ്രവാചകനിൽ നിന്ന് അവർ കേട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിഷയം പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം ഉംറ സുന്നത്താണ്. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ആദ്യ അഭിപ്രായം. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽ അവലംബിക്കപ്പെടുന്ന ഒരു അഭിപ്രായം അതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അഭിപ്രായം അതാണ്, ഉംറ സുന്നത്താണ് എന്നുള്ളത്. സഹാബത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ സഹാബത്തിന് ഈ വിഷയത്തിൽ ഉംറ സുന്നത്താണ് എന്ന് ഏതെങ്കിലും സഹാബി പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായി വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹജ്ജു ഫരീള വൽ ഉംറതു തതവ്വു. ഇബ്നു ഹസ്ം അദ്ദേഹത്തിന്റെ മുഹല്ലയിലൊക്കെ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അൽ ഉംറതു തതവ്വു, ഉംറ സുന്നത്താണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു മസ്ഊദിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇബ്നു മസ്ഊദിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടതാണോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു, അതുകൊണ്ട് തന്നെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയായി അവർ പരിഗണിക്കുകയും ചില പണ്ഡിതന്മാർ അതിൽ നിന്ന് ഇബ്നു മസ്ഊദിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഉമറും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും ജാബിർ ഇബ്നു അബ്ദുല്ലയും ഒക്കെ പറഞ്ഞ അഭിപ്രായമാണ് ശരി, ഉംറ വാജിബാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ചുരുക്കം രണ്ട് ഭാഗത്തും സഹാബികൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഈ സഹാബികളെ നമ്മൾ നോക്കുക. ഒരു വശത്ത് ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ. നിങ്ങൾ എനിക്ക് ശേഷം രണ്ട് പേരെ പിൻപറ്റുക, അബൂബക്കറിനെയും ഉമറിനെയും. അപ്പോൾ ബാക്കിയുള്ള സഹാബികളിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുൻഗണന ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഉലമാക്കൾ പറഞ്ഞു ഉംറ വാജിബാണ്. അല്ലാഹു അലം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാക്കുന്നത്, ഉംറ വാജിബാണ് എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്കിന്ന് വളരെയധികം ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് നാട്ടിൽ താമസിക്കുന്ന സഹോദരങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു വിഷയമാണ്. ഈ മസലയിൽ നിങ്ങൾ നോക്കിയാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഉംറ സുന്നത്താണ്. നല്ലൊരു വിഭാഗം സഹാബികൾ ഉംറ വാജിബാണ്. എന്നിട്ട് ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കൂഫയിലേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു അയക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൂഫക്കാരോട് പറഞ്ഞത് എന്താണ്? ഞാനിതാ ഇബ്നു മസ്ഊദിനെ നിങ്ങൾക്ക് അയച്ചു തരാണ്. ഫഖദ് ആഥർതുകും ബിഹി അലാ നഫ്സി, എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്, പക്ഷേ എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിട്ടുതരാണ്, നിങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട്. അത്രയും അധികം ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചിരുന്നു. നമ്മൾ പറയാറില്ലേ, നിങ്ങൾ നോക്കണം, ഞാനിതാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെയാണ് നിങ്ങൾക്ക് തരുന്നത്,
ആ നിലയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനെ കൂഫക്കാരിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അവർ തമ്മിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മറ്റൊരു അഭിപ്രായം പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു വാജിബാണ്, ഇബ്നു മസ്ഊദ് പറയുന്നു സുന്നത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ് വലുത് പ്രായം കൊണ്ട്? ഇബ്നു മസ്ഊദ് ആണോ ഇബ്നു അബ്ബാസ് ആണോ? ഇബ്നു മസ്ഊദ് ആണ്. ഇബ്നു അബ്ബാസ് ചെറിയ സഹാബികളിൽപ്പെട്ടവരാണ്. സഹാബികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മുതിർന്ന സഹാബികളുണ്ട്, ചെറിയ സഹാബികളുണ്ട്. ചെറിയവരിൽപ്പെട്ടവരാണ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹസൻ, ഹുസൈൻ തുടങ്ങിയ സഹാബികൾ റളിയല്ലാഹു അൻഹും. മുതിർന്നവരിൽപ്പെട്ടവരാണ് അബൂബക്കറും ഉമറും ഇബ്നു മസ്ഊദും അങ്ങനെയുള്ള സഹാബികൾ. ഇബ്നു മസ്ഊദ് വലിയ സഹാബിയാണ്, പ്രായം കൊണ്ട് വളരെ മുതിർന്ന സഹാബിയാണ്. എന്നിട്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് പറയാറുണ്ട്? ലൗ അദ്റക ഇബ്നു അബ്ബാസ് അസ്നാനന മാ ആശറഹു മിന്നാ അഹദ്. ഇമാം അബൂ ഖൈസം അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ഉദ്ധരിക്കുന്ന അസറാണ്. അതിൽ പറയുന്നു, ഇബ്നു അബ്ബാസ് എങ്ങാനും നമ്മുടെ സമപ്രായത്തിലുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന അറിവ് നമ്മളിൽ ഒരാൾക്കും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അദ്ദേഹത്തെക്കാൾ എത്രയോ ചെറുപ്പമാണ് ഇബ്നു അബ്ബാസിന്. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഇബ്നു അബ്ബാസിന് എങ്ങാനും നമ്മുടെ പ്രായമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ, ആ വാക്കിന്റെ നേർക്കുനേരുള്ള അർത്ഥം, അദ്ദേഹത്തിന്റെ അറിവിന്റെ 10ൽ 1 അംശം പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ കുറിച്ച് പറയും. ആര്? ഇബ്നു മസ്ഊദ്. പ്രവാചകൻ അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാല് വളരെ നേർത്തതായിരുന്നു, മെലിഞ്ഞ കാലാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഈന്തപ്പന മരത്തിന് മുകളിൽ കയറിയപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തിന്റെ വളരെ മെലിഞ്ഞ കാല് കണ്ടപ്പോൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ മീസാനിൽ വളരെയധികം ഭാരമുള്ളതാണ് ഇബ്നു മസ്ഊദിന്റെ ഈ കാലുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഇബ്നു മസ്ഊദിന്റെ പാരായണം കേൾക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഇബ്നു മസ്ഊദാണ് ഇബ്നു അബ്ബാസിനെ ഇങ്ങനെ പുകഴ്ത്തുന്നത്. അപ്പൊ അതിൽ നമുക്കുള്ള പാഠം എന്താണ്? ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇസ്ലാം അനുവദിച്ച വിഷയങ്ങളിൽ തർക്കിക്കാൻ പാടില്ല. ഒരു കാരണവശാലും. ഇപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, നമ്മുടെ പല സഹോദരങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള മസലകൾ നിങ്ങൾ നോക്കിയാൽ, ദീന് വിശാലമാക്കിയ വിഷയങ്ങൾ, നമ്മുടെ ഉലമാക്കൾക്കിടയിൽ 2 അഭിപ്രായമുള്ള വിഷയങ്ങൾ, അതിന്റെ പേരിൽ പരസ്പരം ആളുകൾ തെറ്റുന്നു, പരസ്പരം പഴിചാരുന്നു, കുറ്റം പറയുന്നു. ഇത് പാടില്ലാത്തതാണ്. ഒരു കാരണവശാലും തർക്കിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള മസലകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് എന്താ? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഉംറ വാജിബാണ്, നാട്ടിൽ മറ്റൊരാൾ മനസ്സിലാക്കുന്ന ഉംറ സുന്നത്താണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബിന്റെ ആളുകൾ സുന്നത്താണ് എന്ന അഭിപ്രായമാണ് പൊതുവിൽ പറയാറുള്ളത്. നിങ്ങളോട് ഒരാൾ പറഞ്ഞു ഉംറ സുന്നത്താണ്, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. അല്ല, ഇന്ന സഹാബികളിൽ നിന്ന് അഭിപ്രായം വന്നിട്ടുണ്ട്, വാജിബാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നല്ല, ഇബ്നു മസ്ഊദിന്റെ അസറാണ് എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാം, അവർക്ക് അവരുടെ അഭിപ്രായം സ്വീകരിക്കാം. അതിന്റെ പേരിൽ ബന്ധം തെറ്റുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ വാദം സ്ഥാപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുക, അത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു ഭവനം വാഗ്ദാനം ചെയ്യുന്നു, ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ. മിറാഅ ഒഴിവാക്കുന്നവന്, അവന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിലും മിറാഅ ഒഴിവാക്കിയാൽ അവന് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ഉലമാക്കളിൽ ചിലർ പറഞ്ഞതായി കാണാം, മിറാഅ എന്ന് പറഞ്ഞാൽ തന്റെ ഭാഗത്തുള്ള ന്യായം സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുന്ന ആളുകൾ, ഹക്കിലേക്ക് എത്തുക അല്ലെങ്കിൽ ഹക്ക് മികച്ചു നിൽക്കുക എന്ന ഉദ്ദേശമല്ല, ഞാൻ മനസ്സിലാക്കിയത് തന്നെ ശരി, അവർ മനസ്സിലാക്കുന്നതൊക്കെ തെറ്റാണ് എന്ന കാഴ്ചപ്പാടിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹാബത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണ്? നമ്മൾ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള മസലകളിൽ ഭിന്നിക്കാൻ പാടില്ല. ദീന് വിശാലമാക്കിയതിനെ നാം വിശാലമായി കാണുക, ഒരു കാരണവശാലും കുടുസാക്കാൻ പാടില്ല. എന്നാൽ അഖീദയുടെ വിഷയം വന്നാൽ, ബിദ്അത്തുകാരുടെ വിഷയം വന്നാൽ, ഇഖ്വാനികളുടെ വിഷയം വന്നാൽ ഖത്തുൻ അഹ്മർ, ഒരു കാരണവശാലും അതിൽ ഒരു തരത്തിലുള്ള ഒഴിവുകളുമില്ല. ബിദ്അത്തിനെ ശക്തമായി എതിർക്കാം, ഷിർക്കിനെ ശക്തമായി എതിർക്കാം, പക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാഠിന്യം കാണിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. തയ്യിബ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ മറ്റൊരു മസലയാണ്, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഫ്ളൽ എന്താണ്? തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരാ പറഞ്ഞത്? ഏത് സഹാബിയാണ്? ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അഹ്ല മക്ക ലാ ഉംറത ലക്കും, മക്കക്കാരെ നിങ്ങൾക്ക് ഉംറയില്ല, വഇന്നമ ഉംറതുകും അത്തവാഫ് ബിൽ ബൈത്ത്, നിങ്ങളുടെ ഉംറ എന്ന് പറയുന്നത് തവാഫ് ചെയ്യലാണ്. അത് ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു.
അവർ ഉംറ ചെയ്താൽ ഉംറ ശരിയാണ്, ഉംറ അനുവദനീയമാണ്. പക്ഷെ അവർക്ക് ഏറ്റവും അഫ്ളൽ എന്താണ്? തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും അഫ്ളൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും സമീപകാലത്ത് ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയുടെയും ഒക്കെ അഭിപ്രായം. അതുപോലെ ഇമാം അഹ്മദിന്റെ അഭിപ്രായവും അതാണ്. തയ്യിബ്, അവസാനമായി കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മീഖാത്തുകളെ കുറിച്ചാണ്. പ്രധാനമായും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു തന്ന മീഖാത്തുകൾ എത്രയാണ്? 4 എണ്ണം. അഞ്ചാമതൊരു മീഖാത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അഞ്ചാമതൊരു മീഖാത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണോ അതല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഈ 5ഉം നമുക്ക് മീഖാത്താണ്. ഈ 5ഉം മീഖാത്താണ്. ഏതൊക്കെയാണ് മീഖാത്തുകൾ? ദുൽഹുലൈഫ, ജുഹ്ഫ, യലംലം, ഖർനുൽ മനാസിൽ. അവസാനത്തേത് ദാതു ഇർഖ്. അഹ്സൻതും, ബറകല്ലാഹു ഫീക്. ഈ 5 മീഖാത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ദാതു ഇർഖ് ഒഴികെ ബാക്കി 4 മീഖാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ദുൽഹുലൈഫ, ഇന്ന് ആ സ്ഥലത്തിന് ദുൽഹുലൈഫ എന്ന് പറയും, അല്ലെങ്കിൽ അബിയാർ അലി എന്ന് പറയും. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള മീഖാത്ത് അതാണ്. ഏകദേശം 408 കിലോമീറ്റർ ദൂരെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ജുഹ്ഫയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, അവിടെ ജനവാസമില്ലാത്ത മേഖലയാണ്. അതുകൊണ്ട് ആളുകൾ എവിടുന്ന് ഇഹ്റാം ചെയ്യുന്നത്? റാബിഗിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത്. ജുഹ്ഫയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനത്ത് വന്ന സമയത്ത് ഇവിടെ പനി വ്യാപകമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജുഹ്ഫയിലേക്ക് നീക്കാൻ, മദീനയിൽ നിന്ന് ജുഹ്ഫയിലേക്ക് നീക്കാൻ ദുആ ചെയ്യുകയും അങ്ങോട്ടേക്ക് നീക്കിയതായും ഹദീസുകളിൽ നമുക്ക് കാണാം. മൂന്നാമത്തെ മീഖാത്ത് ഖർനുൽ മനാസിൽ. അതിന്ന് അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? സൈലുൽ കബീർ, സൈലുൽ സഗീർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടുപേരും പറയും, കാരണം അത് വലിയൊരു പ്രദേശമാണ്. ഖർനുൽ മനാസിൽ എന്ന് പറയുന്നത് വലിയ പ്രദേശമാണ്. അതിന് സൈലുൽ കബീർ എന്നും സൈലുൽ സഗീർ എന്നും പറയും. അതാണ് നജ്ദിൽ നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്ത്. അതുകൊണ്ട് തന്നെ റിയാദിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അവിടെ നിന്നാണ് ഹറാം ചെയ്യുക. അതുപോലെ അറബ് രാജ്യങ്ങളിൽ നിന്ന്, ഖത്തറിൽ നിന്നും UAE-യിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ മീഖാത്ത് ഏതാണ്? ഖർനുൽ മനാസിലാണ്. അതിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. അതിന് പറയുന്നതല്ല, അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുന്നത്, പൊതുവെ മീഖാത്തായി അറിയപ്പെടുന്നത്. എന്താണ് ആ സ്ഥലം? ആ ഭാഗത്തുള്ളത് വാദി മഹ്റം. അതും ഖർനുൽ മനാസിലിന്റെ ഒരു ഭാഗം തന്നെയാണ്. വാദി മഹ്റം എന്ന് പറയുന്നത് ഖർനുൽ മനാസിലിന്റെ ഒരു ഭാഗമാണ്. അതാണ് മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത മീഖാത്ത്. അതുപോലെ തന്നെ അവസാനമായി യലംലം, അല്ലെങ്കിൽ 4മത്തേത് യലംലം. അതാണ് യമൻ നിവാസികളുടെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളുടെയും മീഖാത്ത്. അത് യലംലമാണ്. ഇന്ന് ആ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സഅദിയ. ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് സഅദിയ എന്ന പേരിലാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചു തന്നിരിക്കുന്ന മീഖാത്തുകൾ. അഞ്ചാമത്തെ മീഖാത്ത് ദാതു ഇർഖ്. അത് ഏത് നാട്ടുകാർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ്? അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ വിശാലമായി, ധാരാളം രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാണ് എന്ന് ചില ആധാറുകളിൽ കാണാം. ദാതു ഇർഖ് ഇറാഖിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അദ്ദേഹം നിശ്ചയിച്ചു കൊടുത്തു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറെ ഹദീസിൽ അത് പ്രവാചകൻ നിശ്ചയിച്ചു എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് പ്രവാചകൻ നിശ്ചയിച്ചതാണോ ഉമർ നിശ്ചയിച്ചതാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാണെങ്കിലും നമുക്ക് അതനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് ദാതു ഇർഖ് ജനവാസ കേന്ദ്രമല്ല. അതുകൊണ്ട് തന്നെ പൊതുവിൽ ആളുകൾ ചെയ്യുന്നത്, ഒന്നുകിൽ ദാതു ഇർഖ് എത്തുന്നതിന് ഒരു 20 കിലോമീറ്റർ അപ്പുറം അഖീഖ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ ഇഹ്റാം ചെയ്യും. അതല്ലെങ്കിൽ ആളുകൾ അവിടെ നിന്ന് വരുന്ന, ഇറാഖിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ സൈലുൽ കബീറിലൂടെയാണ് പൊതുവിൽ വരാറുള്ളത്. തയ്യിബ്, അവസാനം നാം പറഞ്ഞ മറ്റൊരു വിഷയമായിരുന്നു, ജനങ്ങൾ 3 തരത്തിലാണ്. മക്കയിലേക്ക് വരുന്ന ആളുകൾ 3 തരത്തിലാണ്, അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് ആഫാഖി, മീഖാത്തിന് പുറത്തുള്ള ആളുകൾ. ഇപ്പൊ നമ്മളൊക്കെ ആഫാഖികളാണ്. അഥവാ നമ്മൾ മക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വരും?
ഏതെങ്കിലും ഒരു മീഖാത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അവർക്ക് എന്ത് പറയും? ആഫാഖി എന്ന് പറയും. രണ്ടാമത്തേത് മീഖാത്തിന്റെയും ഹറമിന്റെയും ഇടയിലുള്ള ആളുകൾ, അവർക്ക് എന്ത് പറയും? മീഖാത്തി എന്ന് പറയും. മീഖാത്തി. മൂന്നാമത്തേത് മക്കയിൽ താമസിക്കുന്ന ആളുകൾ, ഹറമിന്റെ അകത്ത് താമസിക്കുന്ന ആളുകൾ. ഇതിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആഫാഖ് എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അവൻ പോകുമ്പോൾ ഏത് മീഖാത്താണോ ലഭിക്കുന്നത്? മദീനക്കാരാണെങ്കിൽ ദുൽഹുലൈഫ അല്ലെ, റിയാദിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സൈലുൽ കബീർ അല്ലെങ്കിൽ സൈലുൽ സഗീർ, അവിടെ നിന്നാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. തയ്യിബ്, വ്യക്തമാണ് ആഫാഖിയുടെ കാര്യം. മീഖാത്തിയുടെ കാര്യം എങ്ങനെയാണ്? അല്ല, വീട്ടിൽ നിന്നാണ്. മീഖാത്തി എങ്ങനെയാണെങ്കിലും വീട്ടിൽ നിന്നാണ്. മീഖാത്തി അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് പോവാം. മക്കക്കാരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹറമിന്ന് പുറത്തിറങ്ങണം. എപ്പോൾ? ഉംറക്ക്, ഹജ്ജിന് അവരുടെ വീട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യാം. ഉംറ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മക്കക്കാർ അവരുടെ ഹറമിന്റെ പരിധിക്ക് പുറത്തേക്ക് ഇറങ്ങണം. തയ്യിബ്, ഇൻഷാ അല്ലാഹ് ചിലവർ മുറാജ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മുറാജ ചെയ്യാം. വരുന്ന ദർസിലും ചോദിക്കും. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും എന്റെ ദർസിന് മുമ്പ് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. അതല്ലാതെ ഇങ്ങനെ എടുത്തു പോകുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾ മുറാജ ചെയ്യണം, പഠിക്കണം. തയ്യിബ്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, ലളിതമായിട്ട് ഞാനത് വിശദീകരിക്കില്ല, കാരണം നമ്മുടെ ദർസിന്റെ വിഷയം നേർക്കുനേർ അതല്ല. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ഒന്നാമത്തെ പടി എന്താണ്? നമ്മൾ യാത്രക്കാരാണ്, ഇപ്പൊ യാത്രക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ മര്യാദകൾ നമ്മൾ പാലിക്കണം. അത് വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യം, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തേത്, നമ്മൾ യാത്രക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു കാര്യം, നമ്മളെങ്ങനെ ഉംറക്ക് പോവാറ്? പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മൾ മദീനയിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ സൗദിയിൽ താമസിക്കുന്ന സഹോദരങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ലീവ് വരും, ഉംറക്ക് പോകും. ശരിക്കും ഉംറ എന്ന് പറയുന്നത്, സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ ഉംറയെ വലിയൊരു കാര്യമായി കണ്ടിരുന്നു. ഇപ്പൊ ഉംറക്കിടയിൽ ഒരാൾ അവരോട് സംസാരിച്ച് അവർ തിരിച്ചു മറുപടി പറയില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഒരാൾ വിവാഹാലോചന നടത്തി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ ഇബ്നു ഉമറിനോട് സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം തിരിച്ചൊന്നും മിണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. തവാഫ് കഴിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കറിയില്ലേ ഇതൊരു ഇബാദത്താണ്, ഈ ഇബാദത്തിൽ മിണ്ടാതിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് പറയാം, എന്താ നമ്മോട് ആരെങ്കിലും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യം ഹറാമാണോ? അത് പറ്റില്ല എന്ന് തെളിവുണ്ടോ? ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന് അനുവദനീയമാണ് എന്ന കാര്യം, മറ്റൊന്ന് നമ്മുടെ സൂക്ഷ്മതയുടെ ഭാഗം. അനുവദനീയമാണ്, തവാഫിൽ നിങ്ങൾ സംസാരിക്കൽ അനുവദനീയമാണ്. പക്ഷെ അവിടെ നമ്മുടെ സൂക്ഷ്മതയാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. സ്വാഭാവികമായും നമ്മൾ സംസാരിച്ചാൽ നമുക്ക് അധികാറുകൾ ചെല്ലേണ്ട സമയമാണ് നഷ്ടമാകുന്നത്, പുണ്യമായ സമയമാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ വുളൂഇന്റെ സമയം സംസാരിക്കുന്നതിന്റെ ഹുക്ം എന്താ? അനുവദനീയാണ്. നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും അത് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതിന് തെളിവുണ്ടോ? തെളിവില്ല, സംസാരിക്കാം. നിങ്ങൾ ഉലമാക്കളുടെ സംസാരം വായിച്ചു നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി പറയുന്നത് എന്താ? അനുവദനീയമാണ്, പക്ഷെ സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാ? വുളൂഇന്റെ രൂപം നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും, കൈകൾ കഴുകുമ്പോൾ അതുകൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഒഴിഞ്ഞു പോകും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ നമുക്കൊരു നേരം വേണം. നമ്മൾ പലപ്പോഴും നേരെ പോകും, വുളൂ ചെയ്യും, അതിനിടയിൽ ഇങ്ങനെയുള്ള ഫവായിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന ചിന്തകൾ നമുക്കില്ല. അപ്പോൾ ഏതൊരു അമലിന് മുമ്പും പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, ഒരു അമല് ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന അവസാനത്തെ അമല് പോലെ നീ അതിനെ പെരുമാറുക. ഇനി നിനക്കൊരു അമൽ ചെയ്യാനുള്ള അവസരമില്ല, അങ്ങനെ നിങ്ങൾ അമലുകളെ സമീപിക്കുക. ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇത് നീ ഒരു വിടവാങ്ങുകയാണ്, ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത് പോലെ നീ ആ നിസ്കാരത്തെ നിർവഹിക്കുക. അതുപോലെ ഉംറ നമുക്ക് എപ്പോഴെങ്കിലും അൽഹംദുലില്ലാഹ് മദീനയിലായതുകൊണ്ട് നമുക്ക് ധാരാളം അത് ചെയ്യാൻ ഭാഗ്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നോക്കിയേ, അവരുടെ ഒരു സ്വപ്നമാണ് ഉംറക്ക് വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉംറക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഉലമാക്കൾ എല്ലാവരും പറയുന്ന വിഷയമാണ്, യാത്രക്ക് മുന്നോടിയായി നാം തൗബ ചെയ്യുക. തൗബയുടെ ശുറൂത്തുകളും മറ്റുമൊക്കെ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ ചോദിച്ചറിയുക. അറിയുന്ന ആളുകളാണെങ്കിൽ അതിനെ അമലിൽ കൊണ്ടുവരിക. ഇനി മുതൽ ഉംറക്ക് പോകുന്നതിന് മുമ്പായി തൗബ ചെയ്ത് പാപങ്ങളൊക്കെ ശുദ്ധിയാക്കി
നല്ല പുതിയൊരു മനുഷ്യനായി ഉംറക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഉംറക്ക് പോകുമ്പോൾ നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കുക, നല്ല ആളുകളുടെ കൂടെ നമ്മൾ പോവുക. കാരണം ഇതൊരു ഇബാദത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. അതിനിടയിൽ നമ്മുടെ കച്ചവട ചർച്ചകളോ അല്ലെങ്കിൽ ഭൗതികമായ മറ്റ് സംസാരങ്ങളോ, ഇനി നമ്മുടെ കുടുംബത്തിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളിൽ ഒന്നും മുഴുകാതെ കഴിവിന്റെ പരമാവധി നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കാൻ നാം ശ്രമിക്കുക. കാരണം അതൊക്കെ ഇബാദത്തിന് വലിയ ആസാറുകൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തൽബിയത്ത് ഒരുപക്ഷെ ധാരാളം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യമാണെന്നതുപോലെ ഉംറയുടെ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അപ്രകാരം യാത്രയുടെ ആദാബുകളിൽ പെട്ടതാണ് ഒറ്റക്ക് യാത്ര ചെയ്യാതിരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ യഅലമു الناس ما في الوحدة ما أعلم ما سار راكب بليل وحده. രാത്രിയിൽ യാത്ര ചെയ്യുന്നവന് സംഭവിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്നതിലുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ആ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തു, അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരാളും രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഒറ്റക്കുള്ള യാത്ര അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. ഒറ്റക്കുള്ള ഏത് പ്രവർത്തനമാണെങ്കിലും, ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. അതുപോലെ ഒറ്റക്കുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല കാര്യമല്ല, മറിച്ച് നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കാൻ എപ്പോഴും ഉംറയിൽ നാം ശ്രദ്ധിക്കുക. അപ്രകാരം ഉംറക്ക് നാം പോകുമ്പോൾ ഉലമാക്കൾ പറയുന്നതാണ്, വസീയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടുംബത്തോട് പറയുക. നമുക്ക് ആരോടെങ്കിലും ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരാനുണ്ട്, അതൊക്കെ വീട്ടുകാരെ അറിയിക്കുക, വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. അത് യാത്രയുടെ മര്യാദയിൽപ്പെട്ടതാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് പഴയ കാലഘട്ടത്തെക്കാളും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും ഇന്നും നിങ്ങൾക്കറിയാം, ഉംറക്ക് പോകുന്ന പല ആളുകളും വഴിയോരങ്ങളിൽ അപകടങ്ങളിലും മറ്റും പെടുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ട് എങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ അറിയിക്കാൻ നാം ശ്രമിക്കുക. അപ്രകാരം അദ്കാറുകൾ, യാത്രക്കാരൻ പറയുന്ന ദിക്ർ, അവനെ യാത്ര അയക്കുന്നവൻ പറയുന്ന ദിക്ർ, അങ്ങനെയുള്ള വിഷയങ്ങളും നാം ശ്രദ്ധിക്കുക. അദ്കാറുകൾ അതൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കണം. വാഹനത്തിൽ കയറിയാലുള്ള ദിക്ർ എന്തൊക്കെയാണ്, നമ്മുടെ വീട്ടുകാരോട് പറയേണ്ട ദിക്ർ എന്താണ്, ഇതൊക്കെ എന്നിട്ട് നമ്മൾ പ്രാവർത്തികമാക്കണം. ഇതൊക്കെ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അവസാനത്തെ ഒരു അദബ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്ര ചെയ്യുക. അത് സുന്നത്താണ്. വ്യാഴാഴ്ച ദിവസത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്താണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഇദാ ഖറജ ഫീ സഫറിൻ ഇല്ലാ യൗമൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാത്ര പുറപ്പെടുന്നത് അധിക ദിവസങ്ങളിലും എപ്പോഴായിരുന്നു? വ്യാഴാഴ്ച ദിവസങ്ങളിലായിരുന്നു. അതല്ലാത്ത സാഹചര്യങ്ങളിൽ പോയിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ ശനിയാഴ്ചയാണ് പോയത്. പക്ഷേ പൊതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടാൻ തെരഞ്ഞെടുക്കുന്ന ദിവസം ഏതാണ്? വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയാൽ അത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. എന്താണ് വ്യത്യാസം? ഒരാൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയിൽ യാത്ര ചെയ്യുന്നു, ചൊവ്വാഴ്ച ദിവസം ഒരാൾ യാത്ര ചെയ്യുന്നു, മറ്റൊരാൾ വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്യുന്നു. രണ്ടുപേരും മക്കയിലെത്തുമെങ്കിലും ഒരുവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ കൂലിയുണ്ട്, മറ്റവൻ മക്കയിലെത്തി അവന്റെ ലക്ഷ്യം പൂർത്തിയായി എന്നല്ലാതെ അവൻ ആ ഒരു പ്രതിഫലം നഷ്ടപ്പെട്ടു. നമ്മൾ എന്തായാലും ആ അമൽ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് കഴിവിന്റെ പരമാവധി സുന്നത്തിനോട് യോജിച്ച് ചെയ്യാൻ നാം ശ്രമിക്കുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെരുപ്പിട്ട് നടക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിച്ചു, ഞാൻ ചിലപ്പോഴൊക്കെ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ 2 ചെരുപ്പ് ഒന്നിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും മസ്ജിദിൽ നിന്ന് എനിക്ക് മുമ്പ് ഇറങ്ങിയ ആളുകളൊക്കെ എന്റെ ചെരുപ്പ് തട്ടി ഒരു ചെരുപ്പ് കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ടാവും. നമുക്കൊക്കെ സംഭവിക്കാറുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചെരുപ്പിടും, മറ്റേ ചെരുപ്പിലേക്ക് എന്നിട്ട് നടക്കും. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, അതാകെ 2 അടിയൊക്കെയാണ് നടക്കേണ്ടി വരിക, നമ്മൾ കാണുന്ന അടുത്തായിരിക്കും. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, ഒരു അടി കൊണ്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നീ എതിരാവാതിരിക്കുക. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുന്നത്തുകൾ എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ചരിത്രത്തിലാണ് എന്നാണ് ഓർക്കുന്നത്.
അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ, നമുക്ക് സ്വപ്നങ്ങൾ ദീനിൽ തെളിവല്ല, പക്ഷെ ഇത് ചരിത്രങ്ങളിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മരണശേഷം ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതാണ്. അപ്പൊ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില വിഷയങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാൻ സബബാകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, വേശ്യയായ ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. നല്ല ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ അള്ളാഹു അവരോട് കോപിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ ദേഷ്യം, അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നറിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നാം നിസാരമാക്കാതിരിക്കുക. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്ര പുറപ്പെടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. അടുത്തത് ഇഹ്റാമിനെ കുറിച്ചാണ്. ഒരു കാര്യം നമ്മൾ വിട്ടുപോയത്, കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്, ഉംറക്ക് എത്ര അർക്കാനുകളുണ്ട്? 3 എണ്ണം. ഏതൊക്കെയാണ്? ഇഹ്റാം, തവാഫ്, മുടിമുറിക്കലിൽ പെട്ടതാണോ? അല്ല. ഉംറക്ക് എത്ര വാജിബുകളുണ്ട്? 2 എണ്ണം. ഏതൊക്കെയാണ്? മീഖാത്തുൽ ഇഹ്റാം ചെയ്യലും മുടി വെട്ടുകയും ചെയ്യുക എന്നുള്ളത്. ഇത് 2 ഉംറയുടെ വാജിബുകൾ. ഇതല്ലാത്തതൊക്കെ എന്താ? സുന്നത്തുകൾ. ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും മുസ്തഹബാത്തുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉംറയുടെ ഈ 3 റുക്നുകളിൽ ഒന്നുകൂടി ചേർത്താൽ ഹജ്ജിന്റെ അർക്കാനുകളായി. അതേതാണ്? അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ 3 പ്ലസ് അറഫയിൽ നിൽക്കുക, അതാണ് ഹജ്ജിന്റെ അർക്കാനുകൾ. ആ 4 കാര്യങ്ങൾ ഒരുവൻ ചെയ്താൽ അവന്റെ ഹജ്ജ് പൂർത്തിയായി. അപ്പോൾ ഒന്നാമത്തെ റുക്കനാണ് ഇഹ്റാം ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞു, ഇഹ്റാം റുക്കനാണ്. ഈ ഇഹ്റാം മീഖാത്തിൽ വെച്ച് ചെയ്യുക എന്ന് പറയുന്നത് വാജിബാണ്. ഇഹ്റാം മീഖാത്തിൽ വെച്ച് ചെയ്യുക എന്ന് പറയുന്നത് വാജിബാണ്. ഇത് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. ഒരു വ്യക്തി ഉംറക്ക് പോവുകയാണെങ്കിൽ മീഖാത്തിൽ വെച്ച് അവൻ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. 4 മദ്ഹബിലും ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മീഖാത്തിൽ വെച്ച് അവൻ ഇഹ്റാം ചെയ്യണം. ഇനി മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാതെ അവൻ അത് വിട്ടുകളഞ്ഞാൽ എന്ത് ചെയ്യണം? അവനെ സംബന്ധിച്ചിടത്തോളം 2 സാഹചര്യങ്ങളാണ്. ഒന്നുകിൽ തിരിച്ചു വരിക, എന്നിട്ട് മീഖാത്തിൽ ഇഹ്റാം ചെയ്ത് തിരിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ അവൻ ഒന്നും ചെയ്യേണ്ടതില്ല. അവൻ മീഖാത്തിൽ ഇഹ്റാം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവൻ എന്തൊഴിവാക്കിയേ? വാജിബ് ഒഴിവാക്കി. വാജിബ് ഒഴിവാക്കിയവൻ എന്ത് കൊടുക്കണം? ഫിദിയ കൊടുക്കണം, പ്രായശ്ചിത്തം. അതാരാ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അബ്ബാസ്. അഹ്സൻ, വഫഖകല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ഒന്ന് വിട്ടുകളയുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്താൽ അവൻ അതിന് പകരം അവൻ പ്രായശ്ചിത്തം നൽകണമെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച അസറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇബ്നു അബ്ബാസ് ആണ് ഈ വിഷയത്തിൽ എല്ലാവരും അവലംബിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ആരെങ്കിലും ഉംറയിൽ അല്ലെങ്കിൽ ഹജ്ജിൽ എന്തെങ്കിലും മറന്നു പോവുകയോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്താൽ, മറവി കാരണത്താലാണെങ്കിൽ പോലും, അവനെ സംബന്ധിച്ചിടത്തോളം ഫല്യുഹ്രിഖ് ദമൻ, അവൻ അറക്കണം, അറവ് കൊടുക്കണം, ബലി കൊടുക്കണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് അറുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? മക്കയിലുള്ള ഫുഖറാക്കൾക്ക് കൊടുക്കണം. ഒന്നാമത്തെ മസ്അല, നമ്മൾ പോകുകയാണെങ്കിൽ, ഇഹ്റാം ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക നിർബന്ധമാണ്. മീഖാത്ത് കടന്നു പോയാൽ വാജിബ് ഒഴിവാക്കിയവരാകും. വാജിബ് ഒഴിവാക്കിയാൽ ദം കൊടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ മസ്അല, ബാറക്കല്ലാഹു ഫീക്കും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മക്കയിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ മദീനക്കാർ മക്കയിലേക്ക് പോകുമ്പോൾ അവരുടെ മീഖാത്ത് ഏതാണ്? ദുൽഹുലൈഫയാണ്. ഒരാൾ പറയാണ്, എനിക്ക് ത്വായിഫിൽ ചെറിയൊരു ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ നേരെ ദുൽഹുലൈഫയിലൂടെ പോയി ത്വായിഫിലെത്തി സൈലുൽ കബീറിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഞാൻ മക്കയിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വിധി എന്താണ്? അല്ലാഹു അലം. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാമത്തെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. ഓരോരോ നാട്ടുകാരും അവരവരുടെ മീഖാത്ത് കടന്നു പോകുമ്പോൾ അവിടുന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം. അതുപോലെ സുഫിയാൻ അസ്സൗരി, ലൈസ് ഇബ്നു സഅദ്, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമൊക്കെ അതാണ്. ഇബ്നു അബ്ദുൽ ബർ ലൈസ് റഹിമഹുള്ളയിൽ നിന്ന് ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. മനസ്സിലായോ? 2 മീഖാത്തിലൂടെ നമ്മൾ പോകുന്നുവെങ്കിൽ
നമ്മുടെ മീഖാത്ത് ഏതാണോ, ഒന്നാമത്തെ മീഖാത്ത് ഏതാണോ, ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതാരുടെ അഭിപ്രായമാണ്? നമ്മൾ പറഞ്ഞു, ഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു. അതുപോലെ ലൈത്ത് ബിൻ സഅദ്. ലൈത്തിനെ നിങ്ങൾ എന്തായാലും അറിയണം, അതുകൊണ്ട് ആ പേര് ആവർത്തിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇമാം മാലിക്കിനേക്കാളും വലിയ പണ്ഡിതനാണ് ലൈത്ത് ബിൻ സഅദ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അത്ര അറിയപ്പെട്ടിട്ടില്ല. അപ്പൊ ലൈത്ത് ബിൻ സഅദിന്റെ അഭിപ്രായം അതാണ്. ലൈത്ത് ബിൻ സഅദ് അദ്ദേഹം ഈജിപ്തിലെ പണ്ഡിതനായിരുന്നു, ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. അപ്പൊ ലൈത്ത് ബിൻ സഅദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഒന്നാമത്തെ മീഖാത്തിൽ വെച്ച് അവൻ ഇഹ്റാം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു മസ്അലയാണ്, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ വാജിബാണെന്ന് പറഞ്ഞു അല്ലെ? മീഖാത്ത് കടന്നു പോയാൽ ദമ് കൊടുക്കണം. മീഖാത്ത് എത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുന്നതിന്റെ ഹുക്ം എന്താണ്? ഇപ്പൊ നമ്മൾ മദീനക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ പോകുന്നു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ വേർതിരിക്കണം. ഇഹ്റാം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അമലിൽ പ്രവേശിക്കുന്നതാണ്, അതല്ലാതെ വസ്ത്രമല്ല. ലിബാസുൽ ഇഹ്റാം അല്ല. ലിബാസുൽ ഇഹ്റാം ഇപ്പൊ നിങ്ങൾ ഈ സമയം ധരിച്ചിരുന്നാലും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് മീഖാത്തിൽ വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. വസ്ത്രം നമുക്ക് വീട്ടിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ധരിക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മീഖാത്ത് എത്തുന്നതിന് മുമ്പ് മദീനയിൽ നമ്മൾ പോകുമ്പോൾ, മദീന നമ്മുടെ വീട്ടിൽ വെച്ച് നാം ഇഹ്റാം ചെയ്യുന്നതിന്റെ ഹുക്ം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്നാ ചെയ്തത്? ദുൽഹുലൈഫയിലാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഫ്ളലിന് വിപരീതമാണ്, പ്രവാചകൻ ചെയ്തതിന് എതിരായ കാര്യമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെന്ത് പറഞ്ഞു? കറാഹത്താണ്, പക്ഷേ ചെയ്താൽ അവന്റെ ഇഹ്റാം ശരിയാകും. കറാഹത്താണ്, ചെയ്താൽ അവന്റെ ഇഹ്റാം ശരിയാകും. ഇമാം മർഗീനാനി റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. മർഗീനാനി റഹിമഹുല്ലാഹ്, ഹനഫി മദ്ഹബിലെ പണ്ഡിതനായ മർഗീനാനി റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അടിസ്ഥാനം കറാഹത്താണ്. വീട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യുക അല്ലെങ്കിൽ മീഖാത്തിന് മുമ്പ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് കറാഹത്താണ് അല്ലെ? കറാഹത്ത് നീങ്ങുന്ന സാഹചര്യം ഏതാണ്? ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ശറഇൽ എപ്പോഴും മൊത്തത്തിൽ ഏതൊരു കാര്യം കറാഹത്താണെന്ന് പറഞ്ഞാലും ആ കറാഹത്ത് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എപ്പോഴാണ്? ഇപ്പൊ ഏത് പ്രവർത്തനമാവട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ കറാഹത്താണ്. ദീനിൽ ഏതൊരു ഹുക്കുമ് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിന്റെ വിധി കറാഹത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഹറാമല്ല, ശറഅ് കർശനമായിട്ടല്ലാതെ വിലക്കിയിരിക്കുന്ന കാര്യം, അത് അനുവദനീയമാകുന്ന സാഹചര്യം ഏതാണ്? ഉദ്ർ ഉണ്ടാവാം. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ആവശ്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അവിടെ കറാഹത്ത് ബാധകമല്ല. അതുകൊണ്ട് ഉലമാക്കൾ അതിന് പറയുന്ന ഖാഇദയാണ്, അത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ലാ കറാഹത മഅൽ ഹാജ. ഫുഖഹാക്കൾ പറയുന്ന ഒരു ഖാഇദയാണ് ലാ കറാഹത മഅൽ ഹാജ. ആവശ്യമുണ്ടെങ്കിൽ കറാഹത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ കറാഹത്തില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഉംറക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മീഖാത്ത് ഏതാണ്? യലംലം. അപ്പൊ അദ്ദേഹത്തിന് മീഖാത്ത് എത്തിയാൽ അറിയാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ ഫ്ലൈറ്റിൽ കയറിയ ഉടൻ ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുള്ളവരാണ്, അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് അദ്ദേഹം അറിയാതെ പോകുമെന്നൊരു പേടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ എന്തുണ്ട്? ആവശ്യമുണ്ട്, ഹാജത്തുണ്ട്, ഉദ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്യാം. ഇഹ്റാം ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹം കറാഹത്ത് ചെയ്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ലാ കറാഹത മഅൽ ഹാജ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അതെന്തല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കറാഹത്തല്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് കാറിലാണ് മക്കയിലേക്ക് പോകുന്നത്. ദുൽഹുലൈഫയിൽ നിർത്താൻ നമുക്കൊരു പ്രയാസമില്ല, നമുക്ക് അവിടെ എത്തിയാൽ അറിയാനും പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചു? കറാഹത്ത് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഖാഇദ അങ്ങനെ തന്നെ പഠിക്കാം, ലാ കറാഹത മഅൽ ഹാജ. അതിന് മറ്റൊരു ഉദാഹരണം എന്താ നമ്മൾ പറയാം? ട്രെയിനിൽ പോകുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം മീഖാത്ത് കടന്നുപോയാൽ നിങ്ങൾ അവിടെ ദമ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ ചെയ്യുന്നത് അനുവദനീയമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഇഹ്റാം ചെയ്തതായി ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മക്കയിലേക്ക് വരുമ്പോൾ ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്തതായി ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്.
ഈ ഖായിദ നിങ്ങൾ ഒന്ന് തറപ്പിച്ചു നിർത്താൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് വളരെയധികം ആവശ്യം വരുന്നത്, പ്രത്യേകിച്ച് ഹറമിലൊക്കെ തൂണുകൾക്കിടയിലുള്ള നിസ്കാരത്തിന്റെ ഹുക്കം എന്താ? കറാഹത്താണ്. അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ സഹാബികൾ പറയുന്നത് പോലെ തൂണുകൾക്കിടയിൽ നിസ്കരിക്കുന്നത് നാം വിലക്കപ്പെട്ടിരുന്നു. ചില ആസാറുകളിൽ ലാ സ്വലാത്ത ബൈന സവാരി എന്ന് കാണാം. തൂണുകൾക്കിടയിൽ നിസ്കാരമില്ല, അടിസ്ഥാനം വിലക്കപ്പെട്ടതാണ്. ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് പറയാണ് തൂണുകൾക്കിടയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. തയ്യബ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഖായിദ അനുസരിച്ച് ഇപ്പൊ നമ്മൾ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് പിറകിൽ സഫിൽ സ്ഥലമുണ്ട്. നമ്മൾ തൂണിടയിൽ നിൽക്കുന്നതിന്റെ ഹുക്കം എന്താണ്? പറയേ. കറാഹത്താണ്. തയ്യബ്. ബാക്കിൽ സ്ഥലമില്ല, സഫ് നിറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ നിസ്കരിക്കുന്നത് ജായിസാണ്. ഖത്താബി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ പള്ളി നിറഞ്ഞു, സ്ഥലമില്ല, അങ്ങനെയാണെങ്കിൽ ജായിസാണ്. ഒരാൾ നിങ്ങളോട് എതിർക്കാണ്, ഇല്ല തൂണിനിടയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലാ കറാഹത മഅൽ ഹാജ. മനസ്സിലായില്ലേ? അപ്പൊ കറാഹത്ത് ഉണ്ട്, ഹാജത്ത് ഉണ്ട് എങ്കിൽ അവിടെ എന്തില്ല? കറാഹത്തില്ല, അവിടെ ആ ഫിഅല് അനുവദിക്കപ്പെടും. അപ്പോൾ മീഖാത്ത് എത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് അനുവദനീയമാണ്. ഏത് സഹാബിയാണ് അങ്ങനെ ഇഹ്റാം ചെയ്തിട്ടുള്ളത്? എല്ലാവരും ഓർക്ക. ഏത് സഹാബിയാ? ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് ഇഹ്റാം ചെയ്ത സഹാബി ആരാ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ്. അടുത്തൊരു കാര്യം, ഇഹ്റാം ചെയ്യല് മീഖാത്തിൽ വെച്ച് നമ്മൾ ചെയ്യണം. അതെല്ലാവരും ചെയ്യണം, സ്ത്രീകളും ചെയ്യണം. സ്ത്രീകൾ ആർത്തവ സമയത്താണെങ്കിലും അവരെന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. സ്ത്രീകൾ ആർത്തവ സമയത്താണെങ്കിലും അവർ ഇഹ്റാം ചെയ്യണം. അവർക്ക് നിഫാസ് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യണം? പ്രസവശേഷം രക്തം വരുന്ന സാഹചര്യമാണെങ്കിലും അവരെന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്യണം. ഇപ്പൊ ചില സ്ത്രീകൾ എന്ത് ചെയ്യും? ഇപ്പൊ മദീനയിൽ നിന്ന് പോകുന്ന ആളുകളാണെങ്കിൽ ഇവിടുന്ന് ചെയ്യാതെ അവർക്ക് ശുദ്ധിയായതിനു ശേഷം മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് പുറത്തിറങ്ങി ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശത്തിൽ പോകുന്നവരുണ്ട്. അത് പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, മീഖാത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മദീനയിൽ നിന്ന് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവ സമയത്താണെങ്കിലും പ്രസവ രക്തം അവർക്കുണ്ട് എങ്കിലും അവർ മദീനയുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. എന്താണ് അതിന് തെളിവ്? എന്താ തെളിവ്? അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോകുമ്പോൾ, അസ്മാ ബിൻതു ഉമൈസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രവാചകന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രസവിച്ചു. ദുൽഹുലൈഫയിൽ വെച്ച് അവർ പ്രസവിച്ചു. അസ്മാ ബിൻതു ഉമൈസ് പ്രസവിച്ചു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയും ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. കാരണം അവർക്ക് അവിടെ പ്രസവ രക്തം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഗ്തസിലി, അവരോട് കുളിക്കാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ നീ കുളിക്കുക. വസ്തസ്ഫിരി, രക്തം വരുന്ന ഭാഗത്ത് ഒരു തുണിയോ മറ്റോ വെക്കുക. വഅഹ്രിമി, നീ ഇഹ്റാം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഹുമാം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ പറയുന്നതായി കാണാം, നിഫാസ് ഉള്ള പ്രസവരക്തം വരുന്ന സ്ത്രീയോടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈള് ആർത്തവകാരി മിൻബാബി ഔല, കാരണം പ്രസവരക്തം അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈളുകാരിയാണെങ്കിലും നിഫാസ് ഉള്ളവരാണെങ്കിലും മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം മക്കയിലേക്ക് എത്തിയാൽ അവരെപ്പോഴാണോ ശുദ്ധിയാകുന്നത് അതിനുശേഷം അവർക്ക് ബാക്കി അമലുകൾ പൂർത്തീകരിക്കാം. അതല്ലാതെ അവിടെ എത്തി ശുദ്ധിയായതിനു ശേഷം ഏതെങ്കിലും അടുത്ത ഹില്ലിലേക്ക് പോയിക്കൊണ്ട് ചെയ്യാമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഈ സംഭവം വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഇബ്നു റജബ് അൽ ഹംബലി ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അസ്മാ ബിൻതു ഉമൈസ് പ്രസവിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കുളിക്കുകയും അതുപോലെ തന്നെ ഇഹ്റാം ചെയ്യാൻ പറഞ്ഞതായും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇഹ്റാമുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ ഒന്നാമത്തെ റുക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇഹ്റാമുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പൊതുവായി ഉംറയിൽ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട, എന്നാൽ പൊതുവായി ഉംറയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, അദ്ദേഹം പറയുന്നു, മൊത്തത്തിൽ ശുദ്ധി സ്വീകരിക്കുക, നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക,
അതുപോലെ തന്നെ നഖം മുറിക്കുക, അത്തരത്തിൽ മൊത്തത്തിൽ ശുദ്ധിയാവുക എന്ന് പറയുന്നത് മുസ്തഹബാണ് എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ മുസ്തഹബ് എന്താണ്? ഒന്നാമത്തെ ഇഹ്റാമിന്റെ മുസ്തഹബായ കാര്യം നാം ശുദ്ധിയാവുക. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടു. ശരീരത്തിലുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ നഖം മുറിക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. രണ്ടാമത്തേത്, ഇഹ്റാമിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സുന്നത്ത് എന്താണ്? കുളിക്കുക എന്നുള്ളതാണ്. ഇഹ്റാമിൽ കുളിക്കുക എന്നുള്ളത് മുസ്തഹബാണ്. 4 മദ്ഹബിലും അത് മുസ്തഹബാണ്. നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത്തഫഖ അൽ-ഉലമാഉ അലാ അന്നഹു യുസ്തഹബ്ബു അൽ-ഗുസ്ലു ഇൻദ ഇറാദത്തി അൽ-ഇഹ്റാം. ഇഹ്റാം ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുളിക്കുക എന്ന് പറയുന്നത് മുസ്തഹബാണ് എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ തർക്കമില്ല എന്ന് ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നതായി കാണാം. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുളിക്കുക, അത് സുന്നത്താണ്. ഇനി നമുക്ക് കുളിക്കാൻ പറ്റുന്നില്ല, കുളിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വുളൂ ചെയ്യുക. കുളിക്കാൻ പറ്റാത്തവർ വുളൂ ചെയ്യുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മൊത്തത്തിൽ ശുദ്ധി സ്വീകരിക്കുക. രണ്ടാമത്തേത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, ആ ഉദ്ദേശത്തിൽ കുളിക്കുക. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ വുളൂ ചെയ്യുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ശരീരത്തിൽ. ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായി, ഇഹ്റാം ഇപ്പൊ നമ്മൾ കുളിച്ച് നമ്മൾ മൊത്തത്തിൽ ശുദ്ധി സ്വീകരിച്ചു, പിന്നെ കുളിച്ചു ശേഷം എന്ത് ചെയ്യുക? നമ്മളുടെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്തു ഉതയ്യിബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അത്യബി മാ യജിദ്. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുഗന്ധങ്ങൾ തേച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ശരീരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ സുഗന്ധങ്ങൾ പുരട്ടി കൊടുക്കാറുണ്ടായിരുന്നു. ഹത്താ അജിദ വബീസ അത്തീബി ഫീ റഅസിഹി വലഹിയതി. ഞാൻ അത് തേച്ചു കൊടുക്കുന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമങ്ങളിലും അതുപോലെ തന്നെ അവിടുത്തെ തലയിലുമൊക്കെ അതിന്റെ തിളക്കം എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം എണ്ണമയമുള്ളതും ദഹനമൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ അത് അതിന്റെ ഒരു പ്രകാശം പോലെ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ. അങ്ങനെയുള്ളത് എനിക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത്യാവശ്യം കുറച്ചധികം ഉപയോഗിക്കുന്നതും പ്രശ്നമില്ല. കാരണം ശരീരത്തിൽ അത് ബാക്കിയാവുന്നത് കൊണ്ടാണ് പിന്നീട് അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു, ഇഹ്റാമിന് മുമ്പ് ശരീരത്തിൽ നന്നായി സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ആ നായക്ക് വെള്ളം കൊടുത്ത സംഭവം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. കാരണം നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ ഈ അമലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ആ ഒരു സുന്നത്ത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നു എന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ധാരാളമായി സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം സുന്നത്തുകൾ പ്രാധാന്യം നൽകുകയും അതിന്റെ കൂടെ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഇത് നിർത്താനായില്ലേ? ഇത്രയും വയസ്സായി പ്രായമായി താങ്കൾ എഴുതുകയും പഠിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഹദീസ് ഞാൻ ഇപ്പോഴും എഴുതിയിട്ടുണ്ടാവുകയില്ല, അതുകൊണ്ട് മരണം വരെ എനിക്കിത് തുടരണമെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുപോലെ നമുക്കും ആ ഒരു ശ്രദ്ധയുണ്ടാകണം. പ്രവാചകന്റെ സുന്നത്ത് എന്ന് കേട്ടാൽ അതെന്തായാലും എനിക്ക് ചെയ്യണം എന്നൊരു ബോധം. ഇബ്നു റജബ് അൽ ഹംബലി പറയുന്നത് പോലെ റഹിമഹുല്ലാഹ്, അതായിരുന്നു മുൻഗാമികൾ. അവരൊരിക്കലും ഒരു കാര്യം കേട്ടാൽ ഇത് വാജിബാണ്, ഇത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വേണേൽ ചെയ്യാം, സൗകര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ ചെയ്യാം. അതല്ല, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ, ഹജറുൽ അസ്വദ് ചുംബിക്കുക സുന്നത്താണ്. അതൊരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് സുന്നത്താണോ? അദ്ദേഹം പറഞ്ഞു, അതെ സുന്നത്താണ്. ഈ വ്യക്തി പറഞ്ഞു, ഞാൻ പോകുമ്പോൾ അവിടെ തിരക്കുണ്ട്, ആളുകളൊക്കെ കൂട്ടമായി നിൽക്കുന്നു, അവരെയൊക്കെ തള്ളിയിട്ട് പോകണം, അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ
എന്നിങ്ങനെ സാങ്കല്പികമായി അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിലോ, ഇവിടെ തിരക്കുണ്ടെങ്കിലോ എന്ന ചോദ്യമൊക്കെ നീ ഒഴിവാക്കുക. ഇത് സുന്നത്താണെന്ന് വിശ്വസിക്കുക. നീ അവിടെ പോകുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഞാൻ ഇൻഷാ അല്ലാഹ് ഹജർ അസ്വദ് ചുംബിക്കും. അവിടെ എത്തിയപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, നീ ചെയ്തില്ല, നിനക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. പോകുമ്പോൾ തന്നെ ഇത് നടക്കാത്ത കാര്യമാണെന്ന് ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് ആ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സുന്നത്ത് എപ്പോഴും പ്രിയപ്പെട്ടവരെ ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഉംറയ്ക്ക് മുമ്പ് കുളിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. അപ്രകാരം തന്നെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. സുഗന്ധം ഉപയോഗിക്കുക എന്നത് സുന്നത്താണ്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാവോ? അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ആ വിശാലത ഇതിൽ നമുക്ക് വേണം. കാരണം നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത്തരത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നതിലുപരി അത് പാടില്ല, അത് ഹറാമാണ് എന്ന നിലയിൽ നമ്മൾ പറയാതിരിക്കലാണ് നല്ലത്. ഇനി ഹറാമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ, നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നെങ്കിൽ തന്നെ അവന് ആ വിഷയത്തിലുള്ള വിശാലത അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന്റെ പേരിൽ തർക്കവും മറ്റും പാടില്ലാത്തതാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടിനും അതിൻ്റെതായ തെളിവുകളുമുണ്ട്. അത് അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതി കാരണത്താൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ മറ്റൊരിക്കൽ പറയാം. അതുപോലെ തന്നെ ഇഹ്റാമിൽ സുന്നത്തായ മറ്റൊരു കാര്യമാണ് ഇഹ്റാമിന് നിസ്കരിക്കുക എന്നുള്ളത്. ഇഹ്റാമിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത്, സലാത്തുൽ ഇഹ്റാം. അത് നാം ഉംറക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഫർദ് നിസ്കാരത്തിന് ശേഷമാണ് നാം ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ആ ഫർദ് നിസ്കാരം മതിയാകും. നമ്മൾ പ്രത്യേകം നിസ്കരിക്കേണ്ടതില്ല. ഇനി ഫർദ് നിസ്കാരമൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നാം പോകുന്നതെങ്കിൽ അതിനു വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതിനുവേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും മുൻകാലഘട്ടത്തിലെ ഉലമാക്കളുടെ സംസാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തംഹീദിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാഫിദ് അൻ-നവവി ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇഹ്റാമിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് നവവിയുടെ സംസാരത്തിൽ കാണാം, മുസ്തഹബാണ് അൻ യുസല്ലി റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇൻദ ഇറാദത്തിൽ ഇഹ്റാം, ഇഹ്റാം ഉദ്ദേശിക്കുകയാണെങ്കിൽ വഹാദിഹി സ്വലാത്തു മുജ്മഉൻ അല ഇസ്തിഹ്ബാബിഹ, ഇത് സുന്നത്താണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതാണ് 4 മദ്ഹബിന്റെ ഉലമാക്കളുടെയും അഭിപ്രായം, അല്ലെങ്കിൽ 4 മദ്ഹബിന്റെയും പരിഗണിക്കപ്പെടുന്ന അഭിപ്രായം അതാണ്. ഇഹ്റാമിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫർദ് നിസ്കാര ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ അത് മതിയാകുന്നതാണ്. ഇനി അതല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഇൽമിയായ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കാം. ഇന്നൊരു പക്ഷേ ചില മശായിഖന്മാരുടെ സംസാരങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു ഇഹ്റാമിന് അങ്ങനെ ഒരു നിസ്കാരമില്ല, അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ നമ്മുടെ അരികിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, മറ്റൊന്ന് ഇബ്നു അബ്ദുൽ ബറും നവവിയും ഉദ്ധരിച്ച ഇജ്മാ ദീനിൽ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇജ്മാഇനെതിരായി ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നാൽ ആ അഭിപ്രായം അത്ര ഒരു പരിഗണിക്കപ്പെടുന്ന അഭിപ്രായമായി, അല്ലെങ്കിൽ ഇജ്മാഇനെ അതുകൊണ്ട് ഒരിക്കലും തള്ളുകയില്ല. ആ അഭിപ്രായം വളരെ ബഹുമാനിക്കപ്പെടേണ്ട പണ്ഡിതന്മാർ പറഞ്ഞതാണെങ്കിലും ഇജ്മാഇനെ അത് കാരണത്താൽ തള്ളപ്പെടുക അല്ലെങ്കിൽ തള്ളുക പ്രയാസമാണ്. അപ്പോൾ ഇബ്നു അബ്ദുൽ ബറും ഹാഫിദ് അൻ-നവവിയും ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഹ്റാമിന് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഞാൻ പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ നിസ്കാരമേ ഇല്ല, ഇഹ്റാമിന് നിസ്കാരമില്ല. വേറെ ചില ഉലമാക്കൾ എന്റെ ഓർമ്മയിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത് എല്ലാ മീഖാത്തിലും അങ്ങനെ നിസ്കാരമില്ല, പക്ഷേ മദീനയുടെ മീഖാത്തിൽ മാത്രം അങ്ങനെ നിസ്കാരമുണ്ട്. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ മദീനയിൽ മാത്രം അങ്ങനെ നിസ്കാരമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും അല്ലാഹു അലം. മുൻഗാമികളുടെ സംസാരത്തിൽ ഇവിടെ ഇബ്നു അബ്ദുൽ ബറിന്റെയും നവവിയുടെയും ഇജ്മാഇലുള്ളതുപോലെ ഏത് മീഖാത്തിലാണെങ്കിലും ഇഹ്റാമിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതുകൊണ്ട് അല്ലാഹു അലം അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മാത്രമല്ല അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അസർ അതിന് ബലം നൽകുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ വിഷയത്തിൽ ശരിക്കും ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ ഒരാളോട് പറയാണ് ഇഹ്റാമിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, അപ്പൊ നിങ്ങളോട് അയാൾ തിരിച്ചു പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ തെളിവ് എന്താണ്? ഇജ്മാ ആണ്. ഇബ്നു അബ്ദുൽ ബറും നവവിയും ഉദ്ധരിച്ച ഇജ്മാ ആണ്. ഇജ്മാഇനെ തള്ളുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇജ്മാഇനെ തള്ളുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുപോലെ തന്നെ ഇഹ്റാമിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചു. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമ്മൾ നിസ്കരിച്ച ശേഷം ഇഹ്റാം ചെയ്തു. ശേഷം നമ്മൾ എന്ത് പറയണം? ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാലോ. നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ അമലിൽ പ്രവേശിക്കുന്ന നിയ്യത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. നിയ്യത്ത് ദുഖൂലി ഫി നുസുക്, അമലിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഏത് അമലാണ് നാം ഉദ്ദേശിക്കുന്നത് അത് നാവുകൊണ്ട് പറയുക. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ലബ്ബൈക ഉംറതൻ വഹജ്ജ എന്ന് പ്രവാചകൻ പറഞ്ഞു. നമ്മൾ എന്ത് പറയണം? നമ്മൾ ഉംറക്ക് പോവാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും ഇഹ്റാം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇഷ്തിറാത്ത് എന്ന് പറയുന്നത്. എന്താണ് ഇഷ്തിറാത്ത് എന്ന് പറഞ്ഞാൽ? നാം ഒരു ഷർത്ത് വെക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു, ഉംറയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു, ആ റുക്കിനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? അമലിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇഹ്റാമിൽ വിലക്കപ്പെട്ട സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ഇങ്ങനെ ധാരാളം വിലക്കപ്പെട്ട കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് തുടങ്ങി. അപ്പൊ അത് രണ്ട് നിങ്ങൾ വേർതിരിക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം വേറെ, ഇഹ്റാം എന്ന് പറയുന്നത് മറ്റൊന്ന്. ഇപ്പൊ ഞാൻ ഇപ്പോൾ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ഒരാൾക്ക് ധരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. പക്ഷേ ഇതാ ഞാൻ ഇവിടെ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതുന്നതോടുകൂടി എന്തായി? അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഈ പറയുന്ന പല കാര്യങ്ങളും വിലക്കപ്പെട്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. ഇങ്ങനെ നാം ഇഹ്റാം ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്നതോടുകൂടി നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ് ഇഷ്തിറാത്ത് എന്ന് പറയുന്നത്, അഥവാ ഷർത്ത് വെക്കുക. ഷർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുക, അല്ലാഹുവേ എനിക്ക് ഈ ഉംറയിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ഞാൻ അവിടെ നിർത്തും എന്ന ഒരു ഷർത്ത് വെക്കുക. അത് നമുക്ക് അറബിയിൽ വേണം അങ്ങനെ പറയാം, അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പറയാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ആ വാക്ക് തന്നെ ഒരു ഇബാദത്തിന്റെ ഭാഗമല്ല, മറിച്ച് ആ ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശം. പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നൊക്കെ പുറത്താകാൻ ആ അറബിയിൽ പറയുക, വൈൻ ഹബസനി ഹാബിസ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇൻ ഹബസനി ഹാബിസ് ഫമഹല്ലി ഹൈതു ഹബസ്തനി. അതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ അവിടെ ഞാൻ നിർത്തും എന്ന് നാം എന്ത് ചെയ്യുക? ഷർത്ത് വെക്കുക. നിയത്തിന്റെ കൂടെ തന്നെ ഷർത്ത് വെക്കുക. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇങ്ങനെ ഷർത്ത് വെക്കൽ അനുവദനീയമാണ് എന്ന് പറയാൻ അടിസ്ഥാനം എന്താണ്? അത് നിങ്ങൾ അറിയണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുബാഅത്ത് ബിൻതു സുബൈർ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചില റിവായത്തുകളിൽ കാണാം, അവർ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദുൽ ഹജ്ജ വ അന ഷാക്കിയ, പ്രവാചകരെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് രോഗമാണ്, എനിക്ക് അസുഖമാണ്, അസുഖം കൂടാനോ മറ്റോ സാധ്യതകളുണ്ട് യാത്രക്കിടയിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജ്ജി വഷ്തരിതി, നീ ഹജ്ജ് ചെയ്യുക, അതിന്റെ കൂടെ ഷർത്ത് വെക്കുകയും ചെയ്യുക. ഷർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജ എന്ന് പറഞ്ഞ ശേഷം വൈൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈതു ഹബസ്തനി എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഷർത്ത് വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കേണ്ട മസാല, ഷർത്ത് വെക്കുന്നതിൽ അടിസ്ഥാനം ആരുടെ ഹദീസാണ്? ളുബാഅത്ത് ബിൻതു സുബൈർ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അവരുടെ വിഷയത്തിലാണ് പ്രവാചകൻ ഷർത്ത് വെക്കാൻ പഠിപ്പിച്ചത്. ളുബാഅത്ത് ബിൻതു സുബൈറിന്റെ ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷർത്ത് വെക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഷർത്ത് വെക്കുന്നത് കൊണ്ടുള്ള
പ്രയോജനം എന്താണ് ഉപകാരം? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും യാത്രക്കിടയിൽ തടസ്സം വന്നു, ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ബോർഡറിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്ന കാരണത്താൽ നമ്മളെ തിരിച്ചയച്ചു, നമുക്ക് ഉംറ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ബാധ്യതയുമില്ല. നമുക്ക് മുടി മുറിക്കേണ്ടതില്ല, അതല്ലെങ്കിൽ ഹദിയ കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല, ആ ഉംറ ഖളാ വീട്ടേണ്ടതുമില്ല, ഒന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാവുന്നതാണ്. ഇനി മറ്റൊരാൾ ഈ ഷർത്ത് വെക്കാതെ പോയി, അദ്ദേഹം എന്തെങ്കിലും കാരണത്താൽ, ഇപ്പൊ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുള്ളത് പോലെ ബോർഡർ ക്ലോസ് ചെയ്തു, അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവർ ബലിയർക്കണം, അതുപോലെ തന്നെ മുടിമുറിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ ചെയ്തതുപോലെ. പ്രവാചകൻ മദീനയിൽ നിന്ന് ഉംറ ഉദ്ദേശിച്ചു കൊണ്ടുപോയതാണ്. അവിടെ എത്തിയപ്പോൾ മക്കയിലെ കാഫിര്യങ്ങൾക്ക് വിവരം ലഭിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വരുന്നുണ്ട്. ആ സംഭവം നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഈ വാർത്ത കേട്ടപ്പോൾ മക്കയിലെ കാഫിര്യങ്ങൾ പറഞ്ഞു, ഒരു കാരണവശാലും മുഹമ്മദിനെയും സഹാബത്തിനെയും അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. അങ്ങനെ വിവരം ലഭിച്ചു, ചില സൈന്യങ്ങളൊക്കെയായി മക്കയിലെ കാഫിര്യങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചു. അങ്ങനെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വന്നു. അവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ ഹുദൈബിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തമ്പടിക്കുകയും അവരുടെ വരവിന്റെ ഉദ്ദേശം ഒരിക്കലും യുദ്ധമല്ല, മറിച്ച് അവർ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് അവരെ ധരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ സഹാബത്തിന്റെ കൂടെ പ്രവാചകൻ കൂടി ആലോചിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, താങ്കൾ മക്കയിലെ കാഫിര്യങ്ങളുടെ അരികിലേക്ക് പോയിട്ട് പറയുക, നമ്മൾ ഉംറക്ക് വന്നതാണ്, അതല്ലാതെ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ വന്നവരല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് എന്നോടുള്ള ശത്രുത താങ്കൾക്കറിയാം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിന് പകരം ഉസ്മാനിനെ അയക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ ഉംറ ചെയ്യാം, പക്ഷേ മുഹമ്മദും സഹാബികളും ഒരു കാരണവശാലും ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാർത്ത ലഭിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾ ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബൈഅത്ത് റിദ്വാൻ. അങ്ങനെ അവിടുന്ന് ബൈഅത്ത് ചെയ്തു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല, വാർത്ത കളവാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവിടുന്ന് തിരിച്ചു പോകേണ്ട, പിന്നെ കരാറുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, വിശാലമായ സംഭവമാണ്. അപ്പൊ ആ ഒരു സംഭവത്തിൽ പ്രവാചകൻ ഉംറക്ക് വന്നതായിരുന്നു, പക്ഷേ മക്കയിലെ കാഫിര്യങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് എന്ത് പറഞ്ഞു? എല്ലാവരും മുടിമുറിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ സഹാബികൾ ആരും കേൾക്കുന്നില്ല. ഒരു സഹാബിയും പ്രവാചകൻ പറയുന്നത് കേൾക്കുന്നില്ല. കാരണം അവർക്ക് പ്രയാസമാണ്. നമ്മൾ മദീനയിൽ നിന്ന് ഇത്ര ദൂരം വന്നു, ഉംറ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ ഞങ്ങളെ ഹക്കിലല്ലേ ഈ കാഫിര്യങ്ങൾ പറയുന്നത് കേട്ട് നമ്മൾ എന്തിനാണ് മടങ്ങി പോകേണ്ട ആവശ്യം? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും മുടിമുറിക്കുക, തഹല്ലുലാവുക. പക്ഷെ ആരും കേട്ടിട്ടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ അരികിൽ പ്രവാചകൻ പോയിട്ട് പറഞ്ഞു, ഞാൻ ഈ സഹാബികളോട് പറയുന്നു, ഇവരാരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഇനി അവരോടൊന്നും സംസാരിക്കണ്ട, താങ്കൾ മുടിമുറിക്കുക, അവരൊക്കെ കാണുന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്യുക? മുടിമുറിക്കുക. ഇത് മാത്രം താങ്കൾ ചെയ്താൽ മതി. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ മുടിമുറിച്ചു. ഇത് കണ്ട സഹാബികളൊക്കെ എത്രയും പെട്ടെന്ന് മുടിമുറിച്ചു. ഈ ഒരു സംഭവത്തിൽ നമുക്ക് ധാരാളം ഫവായിദുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉംറ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മുടിമുറിച്ചു. അതുപോലെ തന്നെ അതേ സംഭവത്തിൽ കാണാം, അവർ ബലിയർക്കുകയും ചെയ്തു. ഉംറ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ബലിയർക്കുക എന്ന് പറയുന്നത് വാജിബായി തീരും, ഫിദിയ കൊടുക്കണം. എന്നാൽ ഇവിടെ ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല? അങ്ങനെ ഒരു ബാധ്യതയില്ല, നമുക്ക് ഒരു ബാധ്യതയുമില്ല. അതോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി, അതോടുകൂടി അവിടെ പൂർത്തിയായി. ചില ഉലമാക്കൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഷർത്ത് വെക്കാവൂ. അല്ലാഹു അലം അത് ശരിയല്ല, അല്ലാഹു അലം അത് ശരിയല്ല. അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം, അധികം നമുക്ക് എന്ത് ചെയ്യാം? ഷർത്ത് വെക്കാം, നിരുപാധികം ഷർത്ത് വെക്കാം. നമ്മൾ എപ്പോൾ ഉംറക്ക് പോവുകയാണെങ്കിലും ഷർത്ത് വെക്കുക എന്ന് പറയുന്നത് അനുവദനീയമാണ്. അതാണ് സഹാബികളിൽ നിന്ന് അല്ലാഹു അലം സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുന്നത്. അതുകൊണ്ട് നിരുപാധികം നമുക്ക് എന്ത് ചെയ്യാം? ഷർത്ത് വെക്കാം. തയ്യിബ്. അങ്ങനെ
ഷർത്ത് വെച്ച ശേഷം ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഷർത്ത് വെച്ച ശേഷം അടുത്ത പ്രവർത്തനം എന്താണ്? നമ്മൾ ഇഹ്റാം ചെയ്തു, അതിനുശേഷം നിസ്കാരത്തിന് ശേഷം ഇഹ്റാം ചെയ്തു, ഈ ഷർത്ത് പറഞ്ഞു, പിന്നെ മക്കയിലേക്കുള്ള യാത്രയാണ്. ഇഹ്റാം ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഇഹ്റാം ചെയ്യുന്നതിൽ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ആ അധ്യായത്തിന് നൽകിയ പേര് ബാബുൽ ഇഹ്ലാലി മുസ്തഖ്ബിലൽ ഖിബ്ല എന്നാണ്. ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇഹ്ലാല് ചെയ്യുക എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അതിന് നൽകിയിരിക്കുന്ന അധ്യായം, അല്ലെങ്കിൽ അധ്യായത്തിന്റെ പേര്. തയ്യിബ്, അങ്ങനെ ഇഹ്ലാല് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇഹ്ലാല് ചെയ്തു, മനസ്സിലായില്ലേ? ഇതൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ വാഹനത്തിൽ കയറി നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ വഇൻ ഹബസനി ഹാബിസ് ഫമഹല്ലി ഹൈസു ഹബസ്തനി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? യാത്ര തുടങ്ങും. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വർദ്ധിപ്പിക്കണം? തൽബിയത്ത് വർദ്ധിപ്പിക്കണം. നമ്മൾ പൊതുവെ പറയാറുള്ളത് എങ്ങനെയാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ഒന്ന് ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് ദീനിൽ പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. എല്ലാവരും അത് വലിയൊരു കാര്യമായിട്ടാണ് പറയാറുള്ളത്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ചേർത്ത് പറയേണ്ട കാര്യമാണ്. അതങ്ങനെ ആ ഒരു പതിവ് പലർക്കും വന്നു പോയിട്ടുണ്ട്. ഏറ്റവും നല്ലത് ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അപ്പോൾ ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തുടർച്ചയായി അത് പറയുക. അങ്ങനെ തൽബിയത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ പെട്ടതാണ്. അപ്രകാരം തന്നെ ഈ തൽബിയത്തിൽ സഹാബത്തിന്റെ ആചാരങ്ങളിൽ വേറെയും ധാരാളം വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക ലബ്ബൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സഹാബത്തിൽ നിന്ന് വന്ന തൽബിയത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുക. അതിന്റെ ഒരു ഉപകാരം എന്താണ്? ഇപ്പൊ നമുക്ക് ഇത് ഓർത്ത് ചെല്ലാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന പ്രാർത്ഥന അറിയാം. ആ വ്യക്തി അത് മാത്രമേ പറയുന്നുവെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഒരു റുട്ടീനായിട്ട് മാറും. എപ്പോൾ പോയാലും റുകൂയിലേക്ക് ചെല്ലും, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, അതിനപ്പുറം ഒന്നുമില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്നിലധികം സുന്നത്തുകൾ മനസ്സിലാക്കിയവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ റുകൂഇലെത്തിയാൽ ഒരു ദിവസം ഇത് പറയും, പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനുശേഷം സുബ്ഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ് പറയും. അപ്പോൾ അവന് ശ്രദ്ധയുണ്ടാകും. സുന്നത്തുകൾ ജീവിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ വരും, അല്ലെങ്കിൽ ഇങ്ങനെ അദ്കാറുകൾ വർദ്ധിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, അതിലൂടെ സുന്നത്തുകൾ ജീവിക്കുന്നു. രണ്ടാമത്തേത്, നമുക്ക് അമലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ തൽബിയത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അടിസ്ഥാനം ഇത് തന്നെയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതിന് പുറമെ ലബ്ബൈക ലബ്ബൈക വസഅദൈക എന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ദിക്ർ, ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക ലബ്ബൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ ലബ്ബൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ എന്നുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഈ തൽബിയത്ത് നാം പഠിക്കുക. ആ തൽബിയത്തും എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കുക. അതുപോലെ തന്നെ വേറെയും അദ്കാറുകൾ, ലബ്ബൈക ദൽ മആരിജ്, ലബ്ബൈക ദൽ ഫവാദിൽ, ലബ്ബൈക ഇലാഹൽ ഹഖ്. ലബ്ബൈക ഇലാഹൽ ഹഖ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ലബ്ബൈക ഇലാഹൽ ഹഖ്. ഇങ്ങനെയുള്ള തൽബിയത്തിന്റെ വചനങ്ങൾ നാം പഠിക്കുകയും നമ്മളിലൂടെ ഈ സുന്നത്തുകൾ ഹയാത്താക്കുകയും ചെയ്യുക. ഇപ്പൊ നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് അൽഹംദുലില്ലാഹ് ഈ തൗഹീദുള്ള ഈ ഒരു ചെറിയ സംഘമല്ലാതെ പ്രവാചകന്റെ സുന്നത്തിനെ ഇങ്ങനെ തുറന്നു കാണിക്കാൻ, ആ സുന്നത്തനുസരിച്ച് അമൽ ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? ആരുമില്ല. ബാക്കി എല്ലാ സംഘടനകൾക്കും ഭൗതികമായ ലക്ഷ്യങ്ങളും ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ അവർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സുന്നത്തുകൾ മുന്നോട്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തുകൾ ലോകത്തിന് മുന്നിൽ ഹയാത്താക്കാൻ സലഫികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഇങ്ങനെ തൽബിയത്ത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? മക്കയിലേക്ക് യാത്ര പോവുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, തൽബിയത്ത് ഉറക്കെ പറയുക എന്നത് സുന്നത്താണ്. തൽബിയത്ത് ഉറക്കെ പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുള്ളവരോട് സംസാരിച്ചും അല്ലെങ്കിൽ ഫോണിൽ നോക്കിയൊക്കെ
പലരും സമയം ചെലവഴിക്കാറാണ്. അത് നാം മാറ്റണം. 4 മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ചും തൽബിയത്ത് വളരെ ഉച്ചത്തിൽ ചെല്ലണം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്റുഹു ബിൽ ഹജ്ജ് സുറാഹ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോകുമ്പോൾ വളരെ ഉറക്കെ തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു. നമ്മൾ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നതിനാണ് സുറാഹ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ശബ്ദത്തിൽ ഞങ്ങൾ തൽബിയത്ത് പറയാറുണ്ട് എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശബ്ദം പതുക്കെയാണ് ചെയ്യേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്ന നിലയിൽ മാത്രം പറയുക, ശബ്ദം അധികം ഉയർത്താൻ പാടില്ല. ആ വിഷയത്തിൽ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് ഇജ്മാഅ് ഉദ്ധരിച്ചിട്ടുണ്ട്. തയ്യിബ്, അങ്ങനെ തൽബിയത്ത് നമ്മൾ പറഞ്ഞ് ഈ പറയുന്ന തൽബിയത്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ച് ശബ്ദമുയർത്തി ഈ തൽബിയത്ത് പറഞ്ഞ് നാം മക്കയിലേക്ക് പോവുക. ഈ തൽബിയത്ത് തുടങ്ങേണ്ടത് എപ്പോഴാണ് തൽബിയത്ത് തുടങ്ങേണ്ടത്? ഇഹ്റാം കഴിഞ്ഞ ശേഷമാണോ വാഹനത്തിൽ കയറിയ ശേഷമാണോ? വാഹനത്തിൽ കയറിയ ശേഷം. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് നിസ്കരിച്ചു, ലബ്ബൈക അല്ലാഹുമ്മ ഉംറ ഫഇൻ ഹബസനി ഹാബിസുൻ ഫമഹില്ലി ഹൈസു ഹബസനി എന്ന് പറഞ്ഞു. വാഹനത്തിൽ കയറിയിരുന്ന് യാത്ര തുടങ്ങുമ്പോഴാണ്, വാഹനത്തിൽ കയറിയ ശേഷമാണ് തൽബിയത്ത് പറയേണ്ടത് എന്ന് ഇമാം മാലിക് മദ്ഹബിന്റെയും ഷാഫിഈ മദ്ഹബിന്റെയും ഒക്കെ കിതാബുകളിൽ നമുക്ക് കാണാം. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഇബ്നു ഉസൈമിന്റെയും ഒക്കെ അഭിപ്രായം. വാഹനത്തിൽ കയറിയ ശേഷമാണ് തൽബിയത്ത് പറയേണ്ടത്. അങ്ങനെ ഈ തൽബിയത്ത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് ഈ തൽബിയത്ത് നിർത്തേണ്ടത്? എത്ര കാലം നമ്മൾ ചെയ്യുന്നത്? കഅബ കാണുമ്പോൾ എന്നതിനേക്കാളും തവാഫ് തുടങ്ങുമ്പോൾ അതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം മക്കയിൽ എത്തിയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മക്കയിൽ എത്തിയാൽ എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തവാഫ് തുടങ്ങുമ്പോൾ എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുലബ്ബിൽ മുഅ്തമിർ ഹത്താ യഫ്തതിഹ തവാഫ്. തവാഫ് തുടങ്ങുന്നത് വരെ ഉംറ ചെയ്യുന്നവൻ തൽബിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ ഉദ്ധരിച്ച അഥറിൽ കാണാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ അൽ ഫുതുഹാത്ത് അർ റബ്ബാനിയ എന്ന കിതാബിൽ അത് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഹത്താ യഫ്തതിഹ തവാഫ് തുടങ്ങുന്നത് വരെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതായി നമുക്ക് കാണാം. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹറമിനോട് അടുത്ത് കഴിഞ്ഞാൽ അംസക അനി തൽബിയ, അദ്ദേഹം തൽബിയത്ത് നിർത്തുമായിരുന്നു. അപ്പോൾ സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ എത്ര അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്? 2 അഭിപ്രായം. ഒന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നത് മക്കയിലെത്തിയാൽ ഹറമിനോട് അടുത്ത് കഴിഞ്ഞാൽ നിർത്തുക എന്നുള്ളത്. അതാണ് ഇബ്നു ഉമറിൽ നിന്ന് ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്ന അസറിലുള്ളത്. രണ്ടാമത്തേത് തവാഫ് തുടങ്ങുന്നത് വരെ തൽബിയത്ത് പറയുക. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ദർസിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ നാം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളെ കുറിച്ച് പറയാം. മക്കയിലേക്ക് ഏത് സമയം കയറണം, പകലാണോ രാത്രിയാണോ? അതുപോലെ തന്നെ പ്രവാചകൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? മക്കയിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? അങ്ങനെയുള്ള ഇൻഷാ അല്ലാഹ് സുന്നത്തിന്റെ ചില വശങ്ങൾ വരുന്ന ദർസിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഉംറയുടെ ഫളായിലുകൾ പറഞ്ഞിരുന്നു. 2 ഫളലുകളാണ് പറഞ്ഞത്. മറ്റൊരു ഫളൽ, ഉംറയിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫളൽ റമദാൻ മാസത്തിലെ ഉംറയെ കുറിച്ചാണ്. റമദാൻ മാസത്തിലെ 2 ഫളലുകൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ദാരിദ്ര്യം നീക്കും, ഉംറ ദാരിദ്ര്യം നീക്കും എന്ന ഹദീസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെയുള്ള പാപങ്ങൾ അത് മാപ്പാക്കും. വേറൊരു ഫളൽ എന്താണ്? റമദാൻ മാസത്തിൽ ഉംറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം ഉണ്ട്. അതുപോലെ തന്നെ ഉംറ മഹത്വമുള്ള മാസം ഏതാണ്? റമദാൻ ഒഴികെ റജബ് മാസം. റജബിൽ ഉംറ ശ്രേഷ്ഠതയുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ അത്
എതിർക്കുന്നുണ്ടെങ്കിലും സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഒരു അധ്യായം തന്നെ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഒരു അധ്യായം തന്നെ ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ബറക്കല്ലാഹു ഫീക്കും, റജബ് മാസത്തിലെ ഉംറ അത് പുണ്യമുള്ള കാര്യമാണ്. സഹാബത്തിന്റെ ആസാറുകളിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ ഉംറകളൊക്കെ ഏത് മാസത്തിലായിരുന്നു? ഈ 4 ഉംറയും ഹജ്ജിന്റെ കൂടെ അല്ല, ബാക്കിയുള്ള ഉംറകൾ ദുൽഖഅദ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന ഉംറകളൊക്കെ ദുൽഖഅദ മാസത്തിലായിരുന്നു. പക്ഷേ റജബ് മാസത്തിൽ സഹാബികൾ ആ മാസത്തിന്റെ പ്രത്യേകത നൽകിയതായി ആസാറുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, സഹാബത്തിന്റെ പ്രവർത്തനം നമുക്ക് തെളിവാണ്. സഹാബത്തിന്റെ പ്രവർത്തനം നമുക്ക് തെളിവാണ്, പ്രത്യേകിച്ച് മറ്റൊരു സഹാബിയിൽ നിന്ന് എതിരഭിപ്രായം വന്നിട്ടില്ല എങ്കിൽ. ഇതാണ് പ്രധാനമായും ഇന്നത്തെ ദർസിലുള്ളത്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ പറയാം. നിങ്ങൾ സംശയങ്ങളുണ്ടോ? ഏത്? ഇല്ല, മസ്ജിദിൽ നിന്നാവണമെന്നില്ല, മറിച്ച് ഇഹ്റാമിന് മുന്നോടിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതെവിടെയാണെങ്കിലും, വീട്ടിൽ നിന്നാണെങ്കിലും, വീട്ടിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ വീട്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു മീഖാത്തിന് ചെയ്യലാണ് അഫ്ളൽ, നിസ്കരിച്ചിട്ട് ഇഹ്റാം ചെയ്യാം. അത് ഇപ്പൊ നമ്മള് ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ ളുഹർ നിസ്കാരം നടക്കാണ്. ഇപ്പൊ ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ പ്രവേശിക്കാം, നിസ്കാരത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് നിസ്കാരം ഉണ്ടോ ഇല്ലോ എന്നതാണ് വിഷയം. അതിൽ നമ്മൾ പറഞ്ഞു ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇഹ്റാമിന് നിസ്കാരമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു അലം ആ ഇജ്മാ ആണ് മുൻഗണന നൽകേണ്ടത്. എങ്ങനെ? അല്ലാഹു അലം. ഖസറിന്റെ മസ്അല നമ്മള് ആ ഒരു എന്താ പറയാ, ആ ഒരു പട്ടണം അല്ലെങ്കിൽ ആ ഒരു മദീന വിട്ട് കഴിഞ്ഞതിന് ശേഷം ഖസർ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഞാൻ കഴിഞ്ഞ ലീവിന് പോകുന്ന സമയത്ത് മദീന എയർപോർട്ടിൽ വെച്ച് നിസ്കാരം ഖസർ ചെയ്തു. അങ്ങനെ 1-2 ഇഖ്വകൾ സംശയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബഖീത്ത് അൽ ഹുജൈലി ഹഫിളഹുള്ളയോട് ഞാൻ ചോദിച്ചു. ഖുബൈൽ ഇമാമാണ്, നിങ്ങൾക്കറിയണ്ടോ? ഷെയ്ഖ് പറഞ്ഞു പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം മദീന എയർപോർട്ട് മദീനയുടെ അകത്താണ് ഇന്ന് പരിഗണിക്കപ്പെടുക, അത് യാത്രാ ദൂരത്തിൽ വരില്ല, അതുകൊണ്ട് ഖസർ ചെയ്യാൻ പാടില്ല, ജംഅ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദുൽഹുലൈഫ നമുക്ക് അടുത്താണ്, അതുകൊണ്ട് ജംഅ ചെയ്യാം, ഖസർ ചെയ്യാൻ പാടില്ല. ഇനി ജംഅ ആണെങ്കിൽ ഇമാമിന്റെ കൂടെ നമ്മൾ ജംഅ ചെയ്ത ശേഷം ഇഹ്റാം ചെയ്യാം. നമ്മൾ ളുഹർ നിസ്കരിച്ചു ശേഷം നമ്മൾ അസ്ർ നിസ്കരിക്കാം, എന്നിട്ട് ഇഹ്റാം ചെയ്യാം. പിന്നെ അതിലൊരു ഇഷ്കാല് നമുക്ക് പൊതുവെ എന്നോട് പല സഹോദരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ ഖസർ ചെയ്യാൻ പറ്റുമോ? ഉദാഹരണത്തിന് നമ്മൾ ഒരു യാത്രയിലാണ്, നമ്മൾ ഖസറിലാണ്, ഖസർ അനുവദിക്കപ്പെടുന്ന യാത്രയിലാണ്. ഇമാമ് നമ്മള് പോകുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞു, നമ്മൾ 3-ാമത്തെ റക്അത്തിൽ ഇമാമിന്റെ കൂടെ കയറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പാടില്ല, 4 റക്അത്ത് പൂർത്തീകരിക്കണം. കാരണം ഇമാമിനെ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അത് പൂർണ്ണമായി നിസ്കരിക്കൽ വാജിബാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹദീസ് ആവശ്യത്തിൽ വന്നിട്ടുണ്ട്. ദുൽഹുലൈഫയില ഇജ്മാ. ഇത് ഇഹ്റാമുമായിട്ട് ബന്ധപ്പെട്ട നിസ്കാരമാണ്, ഇഹ്റാമിനോട് അനുബന്ധിച്ചുള്ള നിസ്കാരം. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു അത് അഫ്ദലിന് വിരുദ്ധമാണ്, കറാഹത്താണ്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ അനുവദനീയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിസ്കരിച്ച് എന്താ ഇഹ്റാം ചെയ്യാം. എങ്ങനെ? എല്ലാവർക്കും ഇഹ്റാമിന് ഉള്ള സുന്നത്താണത്. പിന്നെ നമ്മള് യാത്രയിൽ നമസ്കരിക്കുന്ന സമയത്തെ പിന്നെ അതായത് അവര് ചിലപ്പോ ഇമാമ് നമ്മൾ മഗ്രിബായിരിക്കും ഇശായിരിക്കും നീയത്ത് നമസ്കരിക്കും. അപ്പൊ അവര് മഗ്രിബായിരിക്കും, അല്ല മഗ്രിബ് തിരിച്ച് കേസിൽ, അതായത് കുറവ് വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇമാമിനെ ഫോളോ ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോ ഇമാമ് നമസ്കരിക്കുക, ഇമാമ ഇശാ നിസ്കരിക്കുന്നത് നമ്മൾ മഗ്രിബ് നിസ്കരിക്കാം അല്ലേ? ഈ രൂപത്തിൽ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ നമ്മള് ഒരു യാത്രയിൽ പോവാണ്, അപ്പൊ നമുക്ക് മഗ്രിബും ഇശാവും നിസ്കരിക്കാനുണ്ട്. നമ്മൾ മസ്ജിദിലേക്ക് എത്തുമ്പോൾ ഇമാമ ഇശാ നിസ്കരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ കയറാം, എന്നിട്ട് 2 രൂപത്തിൽ നിസ്കരിക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ ഒന്നുകിൽ 3 റക്അത്ത് കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കാം,
ഇമാമ് സലാം വീട്ടുന്നത് വരെ കാത്തിരിക്കാം. നമ്മൾ സലാം വീട്ടാതെ ഇമാമ് സലാം വീട്ടുന്നത് വരെ കാത്തിരിക്കുകയും ഇമാമ് സലാം വീട്ടുമ്പോൾ സലാം വീട്ടുകയും ചെയ്യാം. അതൊന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം 3 റക്അത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സലാം വീട്ടാം. തഹിയ്യാത്ത് ചൊല്ലിയിട്ട് പെട്ടെന്ന് സലാം വീട്ടുകയും ഇമാമിന്റെ കൂടെ അടുത്ത റക്അത്തിൽ കയറാം. എന്നിട്ട് നമ്മൾ ബാക്കി ഇമാമിന്റെ കൂടെ ആ റക്അത്ത് നമുക്ക് റുക്കൂഇന് മുമ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ റുക്കൂഇൽ കിട്ടിയാൽ ബാക്കി 3 റക്അത്ത് എല്ലാം പൂർത്തീകരിക്കണം. അത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പറയുന്നത് ഒരു ഇമാമിന്റെ കൂടെ 2 നിസ്കാരം എപ്പോഴാണ് അനുവദിക്കപ്പെടുക എന്നൊരു കുസൃതി ചോദ്യം എന്ന നിലയിൽ ഷെയ്ഖ് വിഷയം പറയുന്നുണ്ട്. ലഫ്സുൻ ഫിഖ്ഹി എന്ന് പറയും. നമ്മൾ കുസൃതിയായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു ഇമാമിന്റെ കൂടെ 2 നിസ്കാരം വരുന്ന സാഹചര്യം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഒരു കാര്യം കൂടി, നമ്മുടെ ഹറമില് സ്ത്രീ നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകൾ മുകളിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയം നമസ്കാരം അത് ഹറാമാണോ കറാഹത്താണോ? അത് ഹറമിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ? ഈ ചോദ്യം മുമ്പ് സ്ത്രീകൾ മുമ്പിലൂടെ നടന്നാൽ നിസ്കാരം ബാത്തിലാകോ അല്ലെങ്കിൽ പ്രതിഫലം കുറയോ എന്ന വിഷയം. അല്ലാഹു അഅലം, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സ്ത്രീകൾ മുമ്പിൽ നടന്നാൽ നിസ്കാരം ബാത്തിലാകും. കാരണം നിസ്കാരം മുറിക്കും എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ തുആദു സ്വലാ എന്ന് വന്നിട്ടുണ്ട്. നിസ്കാരം മാറ്റി നിസ്കരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മുന്നിലൂടെ നടന്നാൽ നിസ്കാരം ബാത്തിലാകും. അത് ഹറമിലാണെങ്കിലും എവിടെയാണെങ്കിലും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സ്ത്രീകൾ മുമ്പിൽ നടക്കാത്ത ഭാഗത്ത് നിസ്കരിക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. സ്ത്രീകൾ നടന്നാൽ നിസ്കാരം ബാത്തിലാകും. 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സ്ത്രീ, അതുപോലെ തന്നെ കഴുത, അതുപോലെ തന്നെ നായ. ഇത് 3. ആയിഷ റളിയല്ലാഹു അൻഹ അത് സ്വീകരിക്കില്ല എന്നല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയും, നിങ്ങൾ നായയോടും കഴുതയോടാണോ ഞങ്ങളെ ഉപമിക്കുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഞാൻ മുന്നിൽ കിടക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഹദീസ് ജമഅ ചെയ്യുമ്പോൾ ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നടന്നാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ്. അപ്പൊ ഒരു സ്ത്രീ കടന്നിട്ടുണ്ട്, നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ ആ ഹദീസിൽ വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഹറമിൽ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ എങ്ങനെയെങ്കിലും മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിസ്കരിക്കണം എന്ന് കരുതിയിട്ട് സ്ത്രീകൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയിട്ട് സുന്നത്ത് നിസ്കരിക്കും. അത് ചെയ്യരുത്. നമ്മൾ കുറച്ച് പിറകോട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് സ്വീകരിക്കേണ്ട കാര്യം. ഇവിടെ ഒരു സഹോദരൻ എനിക്ക് എഴുതി ചോദിച്ചത്, നമ്മള് യാത്രയുടെ ചില മര്യാദകൾ പറഞ്ഞിരുന്നു. യാത്ര കഴിഞ്ഞു വന്നാൽ സുന്നത്ത് നിസ്കാരം സുന്നത്താണോ? 2 റക്അത്ത് സുന്നത്താണോ? സുന്നത്താണ്. യാത്ര കഴിഞ്ഞു വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് സുന്നത്താണ്. പക്ഷേ അല്ലാഹു അലം അത് മസ്ജിദിൽ വെച്ച് നിർവഹിക്കണം, വീട്ടിലല്ല. മസ്ജിദിൽ വെച്ച് നിർവഹിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു വന്നാൽ മസ്ജിദിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച ശേഷമാണ് വീട്ടിലേക്ക് വരാറുള്ളത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹയൊക്കെ അതിന് നൽകിയ വിശദീകരണം കാണാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ സംസാരത്തിൽ ആ നിസ്കാരത്തിന് അദ്ദേഹം പറഞ്ഞ പേര് സലാത്തുൽ ഖുദൂം എന്നാണ്. യാത്രക്കാരൻ വരുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം. ഷെയ്ഖ് അത് പറഞ്ഞു, അത് പുരുഷന്മാരുടെ വിഷയത്തിൽ മാത്രമാണ് കാണുന്നത്. അത് അവർ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ട നിസ്കാരമാണ്.